വെൽക്കം ടു വൺസ് കോച്ചിങ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് KTU ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ S4 ഇലക്ട്രിക്കൽ സ്റ്റുഡൻസിൻ്റെ DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ, അതായത് അതിൻ്റെ കോഡ് എന്ന് പറയുന്നത് EET 202 ആണ്. അപ്പോൾ DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇതിനു മുമ്പ് ചോദിച്ച എക്സാമിൻ്റെ ഒരു സൊല്യൂഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന്, അതായത് മൊഡ്യൂൾ 1ൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം അപ്കമിങ് വീഡിയോസ് ആയിട്ട് നമുക്ക് മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 അങ്ങനെ 5 മൊഡ്യൂൾസിനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ മൊഡ്യൂൾ 1 നിന്നുള്ള ഇതിന് നേരത്തെ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കോഡ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, കോഴ്സ് കോഡ് എന്ന് പറയുന്നത് EET 202 ആണ്. കോഴ്സ് നെയിം എന്ന് പറയുന്നത് DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. നമുക്കറിയാം 3 അവറിൻ്റെ ഒരു എക്സാം ആണ് നമുക്ക്. അതുപോലെ തന്നെ ടോട്ടൽ 100 മാർക്സിനായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പാറ്റേൺ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിന് 2 പാർട്ട് ഉണ്ടല്ലേ. ഏതൊക്കെയാണ്? പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എയിൽ നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരീസ് 3 മാർക്സ്. അപ്പോൾ 3 മാർക്സ് ഉള്ള എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും? 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ ഓരോ മൊഡ്യൂളിൽ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതുപോലെ തന്നെ പാർട്ട് ബിയിലോട്ട് വരുമ്പോൾ പാർട്ട് എയിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യണം കേട്ടോ. എല്ലാം കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യണം. ദെൻ പാർട്ട് ബിയിലോട്ട് വരുമ്പം ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാവും. അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. അതിൽ ഓരോ ക്വസ്റ്റ്യനും വേണമെങ്കിൽ മാക്സിമം 2 സബ് ഡിവിഷൻസ് വരെ വരാം. അതിൽ ഓരോ ക്വസ്റ്റ്യൻസും എത്രയായിരിക്കും ക്യാരി ചെയ്യുന്നത്? 14 മാർക്സ് ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനും ക്യാരി ചെയ്യുന്നത്. അങ്ങനെ 5 മൊഡ്യൂൾസിൽ നിന്നായിട്ട് നമുക്ക് 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എവിടെയുള്ളത്? നമ്മുടെ പാർട്ട് ബിയിലുള്ളത്. അവിടെ നമുക്ക് ഓറിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതായത് ഏതെങ്കിലും ഒരെണ്ണം ഒരു മൊഡ്യൂളിൽ നിന്ന് നമ്മൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അതാണ് പാർട്ട് എയും പാർട്ട് ബിയും. ഓക്കെ, അപ്പോൾ നമുക്ക് മൊഡ്യൂൾ 1 ആണ് നമ്മളിവിടെ ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ 1ൻ്റെ സിലബസ് ഒന്ന് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1ൽ നമ്മൾ എന്തൊക്കെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്? കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് DC മെഷീൻ, ദെൻ ആർമേച്ചർ വൈൻഡിങ്, സിംഗിൾ ലെയർ വൈൻഡിങ്, then double layer winding, lap and wave windings, then equalizer rings, dummy coils, MMF of a winding, EMF developed, electromagnetic torque and the numerical problems related to these topics. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പാർട്ട് എ ആയിരിക്കും നമ്മൾ ആൻസർ ചെയ്യുന്നത്. പാർട്ട് എ ആൻസർ ചെയ്തതിന് ശേഷം അതിൻ്റെ സൊല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എങ്ങോട്ട് പോകും? നമ്മൾ പാർട്ട് ബി ആൻസർ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ പറഞ്ഞു പാർട്ട് എയിൽ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്സ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈക്വലൈസർ റിങ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ വേവ് വൈൻഡിങ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എന്തുകൊണ്ട് വേവ് വൈൻഡിങ്ങിൽ ഈക്വലൈസർ റിങ്സ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതറിയണമെങ്കിൽ നമ്മൾ ലാപ്പ് വൈൻഡിങ്ങിൽ എന്തുകൊണ്ട് ഈക്വലൈസർ റിങ് യൂസ് ചെയ്യണമെന്ന് നമുക്ക് അറിയണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തുകൊണ്ടാണ് ലാപ്പിൽ ഈക്വലൈസർ റിങ്സ് യൂസ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് എന്താണ് ലാപ്പ് വൈൻഡിങ് എന്ന് നോക്കാം അല്ലേ. ലാപ്പ് വൈൻഡിങ്ങിൽ എന്താണ് നമുക്കറിയാം. ലാപ്പ് വൈൻഡിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കണക്ഷൻ പോകുമ്പോൾ എങ്ങനെയാണ്? ഇതാണ് ഫസ്റ്റ് കോയിൽ എന്ന് പറയുന്നത് അല്ലേ. ഇതാണ് കോയിൽ 1 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു വേറൊരു കളറിൽ കാണിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്? കോയിൽ 2 എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 കോയിലും എങ്ങനെ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ലാപ്പ് വൈൻഡിങ്, വേവ് വൈൻഡിങ് എന്ന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ ലാപ്പ് വൈൻഡിങ്ങിലോട്ട് വരുമ്പം ഇതാണ് നമ്മുടെ കോയിൽ 1 എന്ന് ഞാൻ പറഞ്ഞു. ഈ കോയിൽ 1ൻ്റെ ഫിനിഷിംഗ് എൻഡ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഇതായിരിക്കും. ഇതാണ് കോയിൽ 1ൻ്റെ സ്റ്റാർട്ടിംഗ് എൻഡിങ്, ഇതാണ് കോയിൽ 1ൻ്റെ ഫിനിഷിംഗ് എൻഡ്. അപ്പോൾ ഈ കോയിൽ 1ൻ്റെ ഫിനിഷിംഗ് എൻഡ് അടുത്ത കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് എൻഡിലോട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ നോക്കിയേ. അതായത് കോയിൽ 1ൻ്റെ സ്റ്റാർട്ടിംഗ് എൻഡ് അല്ലേ, ദാറ്റ് ഇസ് എ സ്റ്റാർട്ടിംഗ് എൻഡ് ഓഫ് കോയിൽ 1 ഈസ് കണക്റ്റഡ് ടു ദ finishing end of coil 1 is connected to the starting end of another coil situated under the same pole അല്ലേ. അതായത് ഫസ്റ്റ് കോയിൽ നോക്കുക, ഒരു നോർത്ത് പോളിനും സൗത്ത് പോളിനും അണ്ടറിലാണ് അതിൻ്റെ 2 എൻഡ്സ് വരുന്നത് അല്ലേ. അതിനുശേഷം ആ കോയിലിൻ്റെ എൻഡ് അതേ പോളിൽ തന്നെ സിറ്റുവേറ്റ് ചെയ്യുന്ന വേറൊരു കോയിൽ സൈഡിലോട്ടാണ് ഞാൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു കോയിൽ കഴിഞ്ഞാൽ അടുത്ത കോയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം അത് തിരിച്ച്, അല്ലെങ്കിൽ ഒരു കോയിലിനെ ഓവർലാപ്പ് ചെയ്താണ് അടുത്ത കോയിൽ വരുന്നത്. അല്ലെങ്കിൽ ഒരു കോയിൽ കഴിഞ്ഞ് ദാറ്റ് ലാപ്സ് ബാക്ക് ടു ദ ഫസ്റ്റ് കോയിൽ, ആ ഫസ്റ്റ് കോയിലിലോട്ട് അത് തിരിച്ച് ബാക്കിലോട്ട് ഓവർലാപ്പ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ളൊരു കണക്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാപ്പ് വൈൻഡിങ് അല്ലെങ്കിൽ ലാപ്പ് കണക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു വൈൻഡിങ്ങിനെ ഓവർലാപ്പ് ചെയ്താണ് അടുത്ത വൈൻഡിങ് വരുന്നത്. അങ്ങനെ ഓവർലാപ്പ്, അതിൽ നിന്നാണ് നമ്മൾ ലാപ്പ് വൈൻഡിങ് എന്ന് പറയുന്ന ആ ഒരു ടേം വരുന്നത്. അതായത് ഫിനിഷിംഗ് എൻഡ് ഓഫ് 1 കോയിൽ ഈസ് കണക്റ്റഡ് ടു ദ സ്റ്റാർട്ടിംഗ് എൻഡ് ഓഫ് അനദർ കോയിൽ സിറ്റുവേറ്റഡ് അണ്ടർ ദ സെയിം പോൾ. അതായത് സെയിം നോർത്ത് ആൻഡ് സൗത്ത് പോളിലോട്ട് വരുന്നത്. അതായത് ഇപ്പോൾ ഒരു നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോളിൽ ഒരു കോയിൽ വരുന്നു, അതിൻ്റെ സൗത്ത് പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന അതേ പോൾ പെയറിൽ തന്നെ സിറ്റുവേറ്റ് ചെയ്യുന്ന
അടുത്ത നോർത്ത് പോളിൽ ഒരു കണ്ടക്ടറിലോട്ടായിരിക്കും നമ്മൾ വരുന്നത്. അതുകൊണ്ട് ദാറ്റ് ഇസ് വൺ കോയിൽ ലാപ്സ് ബാക്ക് ടു അനദർ കോയിൽ അല്ലേ, മറ്റൊരു കോയിലോട്ട് തിരിച്ച് റിട്ടേൺ ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഓവർലാപ്പിംഗ് കണക്ഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ എന്തെന്ന് പറയുന്നത്, ലാപ്പ് വൈൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഹിയർ സൈഡ്സ് ഓഫ് സക്സസീവ് കോയിൽസിൻ്റെ സൈഡ്സ് എന്താണ്, ഓവർലാപ്പ് ചെയ്താണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ലാപ്പ് വൈൻഡിങ് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈ കറന്റ് ലോ വോൾട്ടേജ് ആപ്ലിക്കേഷനാണ്. സോ ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് പാരലൽ പാത്ത്, അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന എ എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. ഇൻ ലാപ്പ് കണക്ഷൻ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ഓഫ് ദ മെഷീൻ. ഇപ്പോൾ ഒരു മെഷീനിൽ പി നമ്പർ ഓഫ് പോൾസ് ഉണ്ടെങ്കിൽ അതിൽ എത്ര നമ്പർ ഓഫ് പാരലൽ പാത്ത് കാണും, പി നമ്പർ ഓഫ് പാരലൽ പാത്ത് ഉണ്ടാവും ഏതിൽ, ലാപ്പ് വൈൻഡിങ്ങിൻ്റെ കേസിൽ. ഇത് നമ്മളൊരു 4 പോൾ മെഷീനാണ് കാണിച്ചിരിക്കുന്നത്. 4 പോൾ മെഷീൻ എടുക്കുമ്പോൾ നമുക്ക് എത്രയാണ്, 4 പാരലൽ പാത്ത്, 1 2 3 അല്ലേ, 4 ഇങ്ങനെ 4 പാരലൽ പാത്ത് നമുക്ക് ഒരു 4 പോൾ മെഷീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ഓരോന്നും നമ്മൾ പാരലായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. അങ്ങനെയായിരിക്കും ലാപ്പ് കണക്ഷനിൽ നമ്മുടെ വൈൻഡിങ്ങിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് വരിക. അങ്ങനെ നമ്പർ ഓഫ് പാരലൽ പാത്ത് കൂടുതലായതുകൊണ്ട് തന്നെ ഓരോ പാരലൽ പാത്തിൽ നിന്നും വരുന്ന കറണ്ട് ആഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ടോട്ടൽ ഔട്ട്പുട്ട് കറണ്ട് വരുന്നത് അല്ലേ. സോ പാരലൽ പാത്തിന് നമ്പർ കൂടുന്നതോടെ എന്ത് സംഭവിക്കും, ടോട്ടൽ ഔട്ട്പുട്ട് കറണ്ടിൻ്റെ വാല്യൂ കൂടും. അതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത് എന്താണ്, ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസിനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതിനുശേഷം പാരലൽ പാത്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഒരു പാരലൽ പാത്തിൽ വരുന്ന നമ്പർ ഓഫ് കണ്ടക്ടേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും. അന്നേരം എന്ത് സംഭവിക്കും, വോൾട്ടേജിനെ പാരലൽ പാത്ത് കുറവായിരിക്കും അല്ലേ. എങ്കിലും ഒരു പാരലൽ പാത്തിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് കുറവായിരിക്കും. സോ ലോ വോൾട്ടേജ് ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസിനായിരിക്കും നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ലാപ്പ് വൈൻഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ വൈൻഡിങ് ഓഫ് എ ലാപ്പ് ബൗണ്ട് ആർമേച്ചർ ഓർ കണക്റ്റഡ് ഇൻ പാരലൽ, ദിസ് പെർമിറ്റ്സ് ദ കറണ്ട് കപ്പാസിറ്റി ഓഫ് ഈച്ച് വൈൻഡിങ് ടു ബി ആഡഡ്. അതായത് ഓരോ വൈൻഡിങ്ങിൻ്റെയും കറണ്ട് ആഡ് ചെയ്ത് വരുമ്പോൾ ഒരു ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസിന് നമുക്ക് ഇത് എന്ത് യൂസ് ചെയ്യാൻ പറ്റും, ഈ ലാപ്പ് വൈൻഡിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഒരു ലാപ്പ് വൈൻഡിങ്ങിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു ലാപ്പ് വൈൻഡിങ്, ഒരു ഡീറ്റെയിൽഡ് സ്ട്രക്ചറാണ് ഞാനൊരു 32 കണ്ടക്ടേഴ്സ് ഉള്ള, അല്ലെങ്കിൽ ഒരു 16 സ്ലോട്ട് 32 കണ്ടക്ടേഴ്സ് ഉള്ള ഒരു ഡബിൾ ലെയർ അല്ലെങ്കിൽ ഒരു 2 ലെയേഴ്സ് കണ്ടക്ടറിൻ്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രമാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കാം, ഞാൻ പറഞ്ഞു ഇത് എത്ര മെഷീനാണ്, നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് എത്രയാണ്, നമ്പർ ഓഫ് പോൾസിൻ്റെ വാല്യൂ 4 ആണല്ലേ. അപ്പോൾ ഇത് ലാപ്പ് വൈൻഡിങ് ആയതുകൊണ്ട് നമുക്ക് എത്ര പാരലൽ പാത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 പാരലൽ പാത്ത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു പാരലൽ പാത്ത് എന്ന് പറയുന്നത് ഈ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ് 1 നിന്ന് തുടങ്ങി ഇത് ഇങ്ങനെ ഇവിടെ വന്നു, അതിനുശേഷം അടുത്ത കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലോട്ട് ഇതിനിങ്ങനെ പോയി ഇങ്ങനെ പോയി അത് എന്ത് ഒരു ബ്രഷിൻ്റെ അടുത്തെത്തി. ഇതാണ് ഒരു പാരലൽ പാത്ത് എന്ന് പറയുന്നത്. ഇനി ഞാൻ അടുത്ത പാരലൽ പാത്ത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു പാരലൽ പാത്ത് നിങ്ങൾ കണ്ടു. ഈ ഒരു പാരലൽ പാത്ത്, ഫസ്റ്റ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് എന്താണ്, ഈ ഫസ്റ്റ് നോർത്ത് പോളിലും സൗത്ത് പോളിലും ഇൻ ബിറ്റ്വീൻ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ആദ്യത്തെ പെയർ ഓഫ് പോൾസിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഫസ്റ്റ് പാരലൽ പാത്ത് വരുന്നത്. ഇനി അടുത്ത പാരലൽ പാത്ത് നിങ്ങൾ നോക്കുക. അടുത്ത പാരലൽ പാത്ത് എന്ന് പറയുമ്പോൾ എങ്ങനെയാണത്, ഈ പോകുന്നതായിരിക്കും നിങ്ങളുടെ അടുത്ത പാരലൽ പാത്ത് എന്ന് പറയുന്നത്. ഈ റെഡ് കളറിൽ ഞാൻ കാണിച്ചിരിക്കുന്നതാണ് നെക്സ്റ്റ് പാരലൽ പാത്ത് എന്ന് പറയുന്നത്. അത് അഗെയിൻ ഒരു ബ്രഷിൻ്റെ അടുത്തെത്തി ഇതാണ് സെക്കൻഡ് പാരലൽ പാത്ത് എന്ന് പറയുന്നത്. അടുത്ത പാരലൽ പാത്ത് എന്താ, നെക്സ്റ്റ് 2 പോൾ പെയർ ഉണ്ട്. അപ്പോൾ ഈ 2 പോൾ പെയേഴ്സിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റ് പാരലൽ പാത്ത്, അടുത്ത 2 പോൾ പെയേഴ്സ് ഇതിൻ്റെയും ഇതിൻ്റെ ഇടയ്ക്ക് അടുത്ത പാരലൽ പാത്ത് വരുന്നു. ഇനി തേർഡ് പാരലൽ പാത്ത് നിങ്ങൾ നോക്കുക. തേർഡ് പാരലൽ പാത്ത് എവിടെയായിരിക്കും വരുന്നത്, ഇത് ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ തേർഡ് പാരലൽ പാത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ ബ്ലൂ കളറിൽ ഞാൻ വരച്ചിരിക്കുന്നതാണ് നിങ്ങളുടെ നെക്സ്റ്റ് പാരലൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത പാരലൽ പാത്ത് എന്ന് പറയുന്നത് എന്താ, അടുത്ത പോൾ പെയർ ഈ നോർത്ത് ആൻഡ് സൗത്ത് പോളിന് അണ്ടറിലായിരിക്കും അടുത്ത പാരലൽ പാത്ത് വരുന്നത്. ഇനി അഗൈൻ അടുത്ത പാരലൽ പാത്ത്, അങ്ങനെ 4 പാരലൽ പാത്ത് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും, ലാപ്പ് വൈൻഡിങ്ങിൽ ഓരോ പാരലൽ പാത്തും ഒരു പോൾ പെയറിൻ്റെ അണ്ടറിലായിരിക്കും നമുക്ക് വരുന്നത്. ഫസ്റ്റ് പാരലൽ പാത്ത് ആണെങ്കിൽ ഈ നോർത്ത് ആൻഡ് സൗത്ത് പോളിന് അണ്ടറിലായിരിക്കും വരുന്നത്. അടുത്ത പാരലൽ പാത്ത് ഈ സൗത്ത് ആൻഡ് നോർത്ത് പോളിന് അണ്ടറിലാണ്. അടുത്ത പാരലൽ പാത്ത് ഈ നോർത്ത് ആൻഡ് സൗത്ത് പോളിന് അണ്ടറിലാണ് വരുന്നത്. സോ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും, ഓരോ പാരലൽ പാത്തും എന്താണ്, ഓരോ പോൾ പെയറിന് അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മെഷീനിൽ വരുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ എല്ലാ പോൾസിലും അണ്ടറിലും അതിൻ്റെ ഫ്ലെക്സ് ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റ് ആവണമെന്ന് അല്ലെങ്കിൽ ഒരുപോലെ ആവണമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല ഒരിക്കലും. കാരണം എന്താണ്, നമുക്കറിയാം എയർ ഗ്യാപ്പിൻ്റെ ലെങ്ത്തിലുള്ള വേരിയേഷനും കൊണ്ട് നമ്മുടെ ഫ്ലെക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, എല്ലാ പെയർ ഓഫ് പോൾസിലും ഒരുപോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, EMF ഇൻഡ്യൂസ്ഡ്, ഓരോ പാരലൽ പാത്തിലും ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF എന്താണ്, EMF ഡിഫറെൻ്റ് ആവും അല്ലേ. EMF ഡിഫറെൻ്റ് ആകുമ്പോൾ കറണ്ട് ഡിഫറെൻ്റ് ആവും. സോ ഇൻ ബിറ്റ്വീൻ പാരലൽ പാത്ത് നമുക്കറിയാം എല്ലാം പാരലലി കണക്റ്റഡ് ആണ്. സോ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, അവിടെ ഇൻ ബിറ്റ്വീൻ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പറ്റുന്നത്, ആർമേച്ചർ കറണ്ടിനെ
ഹീറ്റ് ചെയ്യും, അറ്റ് ദ സെയിം ടൈം എന്താണ് അവിടെ പറ്റുന്നത്, ആർമേച്ചർ കറണ്ടിനെ ഹീറ്റ് ചെയ്യും, അതുപോലെ തന്നെ കമ്മ്യൂട്ടേഷൻ പ്രോബ്ലംസ് ഉണ്ടാക്കും. കാരണം ഈ സർക്കുലേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ഒരു പാരലൽ പാത്തിൽ നിന്ന് അടുത്ത പാരലൽ പാത്തിലോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, ഇൻ ബിറ്റ്വീൻ കമ്മ്യൂട്ടേറ്ററും ബ്രഷും കയറിയാണ് അടുത്ത പാരലൽ പാത്തിലോട്ട് പോകുന്നത്. സോ അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, കമ്മ്യൂട്ടേഷൻ ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂട്ടേറ്ററിൽ സ്പാർക്കിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലാബ് വൈൻഡിങ്ങിൽ ഈക്വലൈസർ കണക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ലാബ് വൈൻഡിങ്ങിൽ ഈക്വലൈസർ കണക്ഷൻസ് യൂസ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് ഇറ്റ് ഇസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാബ് വൈൻഡിങ് ദാറ്റ് ഓൾ കണ്ടക്ടേഴ്സ് ഇൻ എനി പാരലൽ പാത്ത് ലൈ അണ്ടർ വൺ പെയർ ഓഫ് ഹോൾസ്. ഞാനിവിടെ ഫിഗറിൽ നിങ്ങളെ കാണിച്ചു തന്നു അല്ലേ. അതായത് ഒരു പാരലൽ പാത്തിൽ വരുന്ന എല്ലാ കണ്ടക്ടേഴ്സും ഒരു പെയർ ഓഫ് ഹോൾസിന് അണ്ടറിലായിരിക്കും വരുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇംബാലൻസ്, മാഗ്നറ്റിക് ഇംബാലൻസ് ഏതെങ്കിലും ഒരു പോളിൻ്റെ അണ്ടറിലുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന പാരലൽ പാത്തിനെ മാത്രമേ അത് അഫക്റ്റ് ചെയ്യുള്ളൂ അല്ലേ. That is EMF induced in various parallel path of winding are not exactly equal. അതായത് EMF induced അപ്പോൾ ഈക്വൽ അല്ലാതെ വരും എല്ലാ പാരലൽ പാത്തിലും. അന്നേരം എന്ത് സംഭവിക്കും, ബിറ്റ്വീൻ പാരലൽ പാത്ത് ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും. ആ സർക്കുലേറ്റിംഗ് കറണ്ട് ആർമേച്ചറിലൂടെ ഫ്ലോ ചെയ്ത് അതിനെ ഹീറ്റ് ചെയ്യിക്കും. അറ്റ് ദ സെയിം ടൈം അത് നമ്മുടെ കമ്മ്യൂട്ടേറ്ററും ബ്രഷിലൂടെയും ഫ്ലോ ചെയ്ത് കമ്മ്യൂട്ടേഷൻ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ സ്പാർക്കിംഗ് ഉണ്ടാക്കും നമ്മുടെ കമ്മ്യൂട്ടേറ്റർ സർഫസിൽ അല്ലേ. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ഈ ഈക്വലൈസർ കണക്ഷൻസ് നമ്മൾ ലാബ് വൈൻഡിങ്ങിൽ യൂസ് ചെയ്യുന്നത്. ഈക്വലൈസർ കണക്ഷൻ എന്ന് പറയുന്നത് ഇസ് നത്തിങ് ബട്ട് അതൊരു കോപ്പർ ബാറാണ്. ഈ കോപ്പർ ബാർ എന്ന് പറയുന്നത്, ഈ കോപ്പർ ബാറിലോട്ട് നമ്മൾ ഈക്വൽ പൊട്ടൻഷ്യൽ വേണ്ട ആർമേച്ചറിൻ്റെ ഓരോ പോയിന്റും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടെങ്കിൽ ആ സർക്കുലേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂട്ടേറ്ററിലോട്ടോ ബ്രഷിലോട്ടോ പോവാതെ അത് ഇൻ ബിറ്റ്വീൻ എന്ത് സംഭവിക്കും, ആ ഈക്വലൈസർ റിങ്ങിൽ കൂടെ അത് അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്തോളും. അങ്ങനെ നമുക്ക് കമ്മ്യൂട്ടേറ്ററിനെയും അതിൽ നിന്ന് നമുക്ക് ഈ സർക്കുലേറ്റിംഗ് കറണ്ടിൻ്റെ ഫ്ലോയിൽ നിന്ന് നമുക്ക് റിലീവ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, ലാബ് വൈൻഡിങ്ങിൽ ഈക്വലൈസർ കണക്ഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ട് നമ്മൾ ലാബ് വൈൻഡിങ്ങിൽ ഈക്വലൈസർ കണക്ഷൻസ് യൂസ് ചെയ്യുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി കാണും അല്ലേ. കാരണം എന്താണ്, ഒരു പാരലൽ പാത്തിൽ വരുന്ന കണ്ടക്ടേഴ്സ് ഒരു പെയർ ഓഫ് പോൾസിന് അണ്ടറിലായിരിക്കും വരുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഇംബാലൻസ് ഏതെങ്കിലും ഒരു പെയർ ഓഫ് പോൾസിൽ ഉണ്ടെങ്കിൽ അത് ആ ഒരു പാരലൽ പാത്തിനെ മാത്രമേ എഫക്റ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് EMFൽ ഇംബാലൻസ് വരും, അങ്ങനെ ഒരു സർക്കുലേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലാബ് വൈൻഡിങ്ങിൽ നമ്മൾ ഈക്വലൈസർ കണക്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഇനി വേവ് വൈൻഡിങ്ങിലോട്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ വേവ് വൈൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്വസ്റ്റൻ എന്താണ്, വൈ ഈക്വലൈസർ കണക്ഷൻ നോട്ട് യൂസ്ഡ് ഇൻ വേവ് വൈൻഡിങ്. അപ്പോൾ വേവ് വൈൻഡിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നില്ല വേവ് വൈൻഡിങ്ങിൽ. അപ്പോൾ വേവ് വൈൻഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് അല്ലേ. വേവ് വൈൻഡിങ് എന്ന് പറയുമ്പം ഇതാണ് നമ്മുടെ കോയിൽ 1 എന്ന് പറയുന്നത് അല്ലേ, കോയിൽ 1. അപ്പോൾ ഞാൻ പറഞ്ഞു മറ്റതിൽ നമുക്ക് ഓവർലാപ്പ് ചെയ്തായിരുന്നു ലാബ് വൈൻഡിങ്ങിൽ കണക്ഷൻ വരുന്നത്. ഇവിടെ നോക്കിയേ, കോയിൽ 1ൻ്റെ ഇതാണ് കോയിൽ 1ൻ്റെ സ്റ്റാർട്ടിംഗ് എൻഡ് എന്ന് പറയുന്നത്, ഇതാണ് കോയിൽ 1ൻ്റെ ഫിനിഷിംഗ് എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോയിൽ 1ൻ്റെ ഫിനിഷിംഗ് എൻഡ് നമ്മൾ അടുത്ത കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് എൻഡിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്ന അതേ നോർത്ത് പോളിൽ വരുന്ന കണ്ടക്ടറിലോട്ടല്ല, അതിൻ്റെ നെക്സ്റ്റ് വരുന്ന പോളിലെ ഒരു കണ്ടക്ടറിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓവർലാപ്പ് ചെയ്തല്ല വരുന്നത് അല്ലേ. ഒരു വേവി ഫാഷനിൽ സ്റ്റാർട്ടിംഗ് എൻഡിൽ നിന്ന് എന്ത് സംഭവിക്കും, ഫിനിഷിംഗ് എൻഡിലോട്ട് പോവാണ്, തിരിച്ച് അത് ഒറിജിനൽ പോളിലോട്ട് റിട്ടേൺ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഒരു വേവ് ഫാഷനിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ ഫൈനൽ പോയിന്റിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം വേവ് വൈൻഡിങ്ങിലെ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് 2 ആണല്ലേ, 2 പാരലൽ പാത്തായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ ഓരോ പാരലൽ പാത്തിലെ കണ്ടക്ടേഴ്സും ഇങ്ങനെ ഒരു വേവ് ഫാഷനിൽ പോകുന്നതുകൊണ്ട് എല്ലാ പോളും കവർ ചെയ്ത് അല്ലെങ്കിൽ എല്ലാ പോളിൻ്റെ അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സും ഒരു പാരലൽ പാത്തിൻ്റെ അണ്ടറിലുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഒരു മാഗ്നറ്റിക് ഇംബാലൻസ് ഒരു പോളിലുണ്ടെങ്കിലും അത് 2 വൈൻഡിങ്ങിനെയും ഈക്വലി അഫക്റ്റ് ചെയ്യുള്ളൂ. 2 വൈൻഡിങ്ങിനെ ഈക്വലി അഫക്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇൻഡ്യൂസ്ഡ് EMF സെയിം ആയിരിക്കും. അന്നേരം എന്ത് സംഭവിക്കും, അവിടെ സർക്കുലേറ്റിംഗ് കറണ്ടിനുള്ളൊരു ചാൻസ് ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് വേവ് വൈൻഡിങ്ങിൽ ഉണ്ടാവാത്തത്? വേവ് വൈൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു ഫാഷനിലാണ് കണക്ട് ചെയ്യുന്നത്, ദാറ്റ് ഇസ് ഫിനിഷിംഗ് എൻഡ് ഓഫ് വൺ കോയിൽ ഈസ് കണക്റ്റഡ് ടു ദ സ്റ്റാർട്ടിംഗ് എൻഡ് ഓഫ് അനദർ കോയിൽ വിച്ച് ഈസ് സിറ്റുവേറ്റഡ് അണ്ടർ ദ നെക്സ്റ്റ് പോൾ. സെയിം പോളിലോട്ടല്ല അത് വരുന്നത്, നെക്സ്റ്റ് പോളിന് അണ്ടറിലുള്ള അതേ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്ന ഒരു കണ്ടക്ടറിലോട്ടായിരിക്കും നമ്മൾ ഒരു കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് എൻഡ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്യുമ്പം ഒരു പാരലൽ പാത്തിൽ വരുന്ന കണ്ടക്ടേഴ്സ് ആ മെഷീൻ്റെ എൻറ്റയർ പോൾ അല്ലെങ്കിൽ എൻറ്റയർ പോളിൻ്റെ അണ്ടറിൽ വരുന്ന കണ്ടക്ടേഴ്സ് ഒരു പാരലൽ പാത്തിൽ നമുക്ക് ഉണ്ടാവും. അതായത് ഒരു പാരലൽ പാത്ത് അതിൻ്റെ ഫുൾ ടേൺ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എൻറ്റയർ പോൾ കവർ ചെയ്യും. അപ്പോൾ എന്തെങ്കിലും ഒരു ഇംബാലൻസ് ഉണ്ടെങ്കിലും അത് എല്ലാ പാത്തിനെയും ഈക്വലി അഫക്റ്റ് ചെയ്യുന്നു. ഈക്വലി അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും, EMFൽ വേരിയേഷൻ ഉണ്ടാവില്ല, അന്നേരം സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, സോ ഈക്വലൈസർ ആർ നോട്ട് യൂസ്ഡ് ഇൻ വേവ് വൈൻഡിങ്. അപ്പോൾ അതിൻ്റെ റീസൺ ആണ് അല്ലേ. ഇൻ വേവ് വൈൻഡിങ് ഈച്ച് ഓഫ് ദ 2 പാരലൽ പാത്ത് കണ്ടെയ്ൻ കണ്ടക്ടേഴ്സ് ലൈയിങ് അണ്ടർ ഓൾ ദ പോൾസ്, whereas in lap wound armatures each of the p parallel path contain conductors which lie under one pair of poles. lap winding il varumbo oru pair of poles in underlulla conductors മാത്രമാണ് ഒരു പാരലൽ പാത്തിൽ വരുന്നത്. ഇവിടെ എല്ലാ പോളിൻ്റെ അണ്ടറിലുള്ള കണ്ടക്ടേഴ്സും ഒരു പാരലൽ പാത്തിൽ വരും. സോ നമുക്ക് എന്താണ്, സർക്കുലേറ്റിംഗ് കറണ്ട് വേവ് വൈൻഡിങ്ങിൽ ആബ്സെൻ്റ് ആണ്. സർക്കുലേറ്റിംഗ് കറണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് വേണ്ട, ഈക്വലൈസർ കണക്ഷൻസ് വേണ്ട. സോ ഈക്വലൈസർ കണക്ഷൻസ് ആർ നോട്ട് യൂസ്ഡ് ഇൻ വേവ് വൈൻഡിങ്. ഓക്കെ, അപ്പോൾ ഈ 2 പോയിന്റ് നിങ്ങൾ എഴുതിയിട്ട് എന്തുകൊണ്ട് വേവ് വൈൻഡിങ്ങിൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതിൻ്റെ റീസൺ നിങ്ങൾ കൊടുക്കണം.
സോ ഈ 2 പോയിന്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്സ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ലാബ് വൈൻഡിങ് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിനുശേഷം ലാബ് വൈൻഡിങ്ങിൽ എന്തുകൊണ്ട് നമ്മൾ ഈക്വലൈസർ റിങ് യൂസ് ചെയ്യുന്നു, അതിനുശേഷം വേവ് വൈൻഡിങ്ങിലോട്ട് വന്നിട്ട് വേവ് വൈൻഡിങ്ങിൽ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല, അത്രയും നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 3 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ലാബ് ആൻഡ് വേവ് വൈൻഡിങ് ഇൻ DC മെഷീൻസ്. അതായത് മൊഡ്യൂൾ 1 നിന്ന് വന്നിരിക്കുന്ന നെക്സ്റ്റ് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ലാബ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും കമ്പയർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ലാബ് വൈൻഡിങ്ങും വേവ് വൈൻഡിങ്ങും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ലാബ് വൈൻഡിങ്ങിൽ എങ്ങനെയാണ്, അതായത് ഒരു കോയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ കോയിലുണ്ട്, അതായത് ഫസ്റ്റ് കോയിലിൻ്റെ ഫിനിഷിംഗ് എൻഡ് എന്ന് പറയുന്നത് അടുത്ത കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് എൻഡിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, സെയിം പോളിൻ്റെ അണ്ടറിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന കോയിൽ സൈഡിലോട്ടാണ് നമ്മൾ ഫിനിഷിംഗ് എൻഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കോയിലിന് സക്സസീവ് കോയിൽസ് ഓവർലാപ്പ് ചെയ്താണ് വരുന്നത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാബ് വൈൻഡിങ് എന്ന് പറയുന്നത്. ലാബ് വൈൻഡിങ്ങിലെ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആണ് അല്ലേ. ഇനി കമ്മിങ് ടു ദ വേവ് വൈൻഡിങ്. വേവ് വൈൻഡിങ് വരുമ്പോൾ എന്താണ്, ഒരു കോയിൽ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ കോയിലിൻ്റെ ഫിനിഷിംഗ് എൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ നെക്സ്റ്റ് പോളിൻ്റെ അണ്ടറിൽ വരുന്ന കോയിൽ സൈഡിലോട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഫിനിഷിംഗ് എൻഡ് ഓഫ് വൺ കോയിൽ ഈസ് കണക്റ്റഡ് ടു ദ സ്റ്റാർട്ടിംഗ് എൻഡ് ഓഫ് അനദർ കോയിൽ വിച്ച് ഈസ് സിറ്റുവേറ്റഡ് അണ്ടർ ദ നെക്സ്റ്റ് പോൾ അല്ലേ. നെക്സ്റ്റ് പോളിൽ വരുന്ന, അപ്പോൾ ഇവിടെ എന്താണ്, തിരിച്ച് റിട്ടേൺ ഇല്ല, തിരിച്ച് ഓവർലാപ്പിംഗ് സ്ട്രക്ചറിലോട്ട് വരുന്നില്ല, ഒരു വേവി ഫാഷനിലായിരിക്കും അത് സ്റ്റാർട്ട് ടു എൻഡ് പോകുന്നത്. അങ്ങനെ ഒരു വൈൻഡിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേവ് വൈൻഡിങ് എന്ന് പറയുന്നത്. ഇവിടെ ഓവർലാപ്പിംഗ് ഉണ്ട്, ഇവിടെ ഓവർലാപ്പിംഗ് ഇല്ല, ഒരു സീരീസ് ഫാഷനിൽ സ്റ്റാർട്ടിംഗ് എൻഡിൽ നിന്ന് ഫിനിഷിംഗ് എൻഡിലോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഒരു കമ്പാരിസൺ. ഇത് 3 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആയതുകൊണ്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് 3 കമ്പാരിസൺ പോയിന്റ്സ് എങ്കിലും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 ഡിഫറൻസസ് എങ്കിലും അതിനെ കമ്പയർ ചെയ്ത് നമ്മൾ എഴുതിയിരിക്കണം. എങ്കിലാണ് നമുക്ക് ഓരോ പോയിന്റിനും 1 മാർക്ക് എന്നുള്ള രീതിയിൽ, അപ്പോൾ നമുക്ക് 1 × 3 ടോട്ടൽ 3 മാർക്സ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? ഈ ലാബ് വൈൻഡിങ് നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആണ്, നമുക്കറിയാം. അതുപോലെ തന്നെ വേവ് വൈൻഡിങ്ങിലെ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആയി. നെക്സ്റ്റ് ഡിഫറൻസ് എന്തൊക്കെയാണ്? ലാബ് വൈൻഡിങ് ഈസ് ഓൾസോ കോൾഡ് പാരലൽ വൈൻഡിങ്. നമുക്കറിയാം അല്ലേ, അവിടെ ഓരോ പാരലൽ, അത് നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ആണ്. അതുകൊണ്ട് നമ്പർ ഓഫ് പാരലൽ പാത്ത് കൂടുതലായി നമുക്ക് അതിനൊരു പാരലൽ വൈൻഡിങ് എന്ന് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ വേവ് വൈൻഡിങ് എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഒരു സീരീസ് ഫാഷനിലാണ് നമ്മൾ കോയിൽ സൈഡ്സ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ വേവ് വൈൻഡിങ്ങിനെ നമ്മൾ എന്തെന്നാണ് പറയുന്നത്? ഒരു സീരീസ് വൈൻഡിങ് എന്നാണ് നമ്മൾ പറയുന്നത്. ദെൻ വേവ് വൈൻഡിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? വേവ് വൈൻഡിങ് ഈസ് യൂസ് ഫോർ ഹൈ വോൾട്ടേജ് ലോ കറണ്ട് ആപ്ലിക്കേഷൻ. കാരണം എന്താണ്, നമ്മുടെ വേവ് വൈൻഡിങ്ങിൽ വരുമ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്ത് 2 ആണ് അല്ലേ. നമ്പർ ഓഫ് പാരലൽ പാത്ത് 2 ആകുമ്പം ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് 2 പാരലൽ പാത്തിൻ്റെയും സം മാത്രമേ ആവുന്നുള്ളൂ. അപ്പോൾ കറണ്ട് കുറവായിരിക്കും. പക്ഷേ ഓരോ പാരലൽ പാത്തിലും നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് കൂടുതലായിരിക്കും അല്ലേ. കാരണം 2 പാരലൽ പാത്തുള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് 2ലും ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കൂടുതലായിരിക്കും. അന്നേരം കൂടുതൽ ഇൻഡ്യൂസ്ഡ് EMF നമുക്ക് കിട്ടും. സോ ഹൈ വോൾട്ടേജ് ലോ കറണ്ട് ആപ്ലിക്കേഷൻസിനായിരിക്കും നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? വേവ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ലാബ് വൈൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഹൈ കറണ്ട് ലോ വോൾട്ടേജ് ആപ്ലിക്കേഷൻസിനായിരിക്കും നമ്മൾ ലാബ് വൈൻഡിങ് യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ നമ്പർ ഓഫ് പാരലൽ പാത്ത് കൂടുതലാണ്. സോ എല്ലാ പാരലൽ പാത്തിലും കറണ്ട് ആഡ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു ഹൈ കറണ്ട് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ദെൻ ലാബ് വൈൻഡിങ്ങിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ലാബ് വൈൻഡിങ്ങിൽ നമുക്ക് ഈക്വലൈസർ കണക്ഷൻസ് വേണം അല്ലേ, ഫോർ ബെറ്റർ കമ്മ്യൂട്ടേഷൻ. അതായത് കമ്മ്യൂട്ടേറ്ററിനെ ഈ സർക്കുലേറ്റിംഗ് കറണ്ടിൽ നിന്ന് റിലീവ് ചെയ്തെടുക്കണമെങ്കിൽ നമുക്ക് അവിടെ ഒരു ഈക്വലൈസർ ബാർ നമുക്ക് അവിടെ ആവശ്യമുണ്ടല്ലേ. പക്ഷേ വേവ് വൈൻഡിങ്ങിൽ എന്താണ്, നമുക്ക് ഈക്വലൈസർ കണക്ഷൻ്റെ ആവശ്യമില്ല. ബിക്കോസ് ഓൾ കണ്ടക്ടേഴ്സ് ലൈങ് ഇൻ എ പാരലൽ പാത്ത് എന്ന് പറയുന്നത് ദാറ്റ് വിൽ കവർ ഓൾ ദ പോൾസ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടായാലും അത് എല്ലാ പാരലൽ പാത്തിനെയും ഈക്വലി എഫക്റ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് സർക്കുലേറ്റിംഗ് കറണ്ട് ഉണ്ടാവുന്നില്ല. ഇനി വേവ് വൈൻഡിങ് റിക്വേഴ്സ് ഡമ്മി കോയിൽസ്. അതായത് വേവ് വൈൻഡിങ് നമുക്കറിയാം, വേവ് വൈൻഡിങ് എല്ലാ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സും വെച്ചിട്ട് ഒരിക്കലും നമുക്ക് വേവ് വൈൻഡിങ് ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു പെർട്ടിക്കുലർ നമ്പർ ഓഫ് കണ്ടക്ടർ സെറ്റ് വെച്ച് മാത്രമേ നമുക്ക് വേവ് വൈൻഡിങ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമാണ് അത് റിട്ടേൺ ചെയ്ത് ഒരു ക്ലോസ്ഡ് പാത്ത് പോലെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഒരു മെക്കാനിക്കൽ, അതായത് എല്ലാ സ്ലോട്ടും മേ ബി ഫിൽഡ് ആവണമെന്നില്ല. അപ്പോൾ എന്തെങ്കിലും വേക്കൻറ്റ് സ്ലോട്ട്സ് ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആർമേച്ചറിൻ്റെ മൊത്തത്തിൽ ഇംബാലൻസിനെ അത് ബാധിക്കും, അല്ലെങ്കിൽ മൊത്തത്തിൽ അതിലുള്ള ബാലൻസിനെ അത് അഫക്റ്റ് ചെയ്യും. സോ അങ്ങനെ ഒരു മെക്കാനിക്കൽ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് ഡെമ്മി കോയിൽസ് നമ്മൾ വേവ് വൈൻഡിങ്ങിൽ കണക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് ഡെമ്മി കോയിൽസ് നമ്മൾ കമ്മ്യൂട്ടേറ്ററുടെ എക്സ്റ്റേണൽ വേൾഡിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ ആ മെക്കാനിക്കൽ ബാലൻസിന് വേണ്ടിയിട്ട് ആ വേക്കൻറ്റ് സ്ലോട്ട്സിൽ നമ്മൾ വെക്കുന്ന ആ ഒരു കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ കോയിൽസിനെയാണ് നമ്മൾ ഡെമ്മി കോയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെമ്മി കോയിൽസ് എന്തിനാണ് വേവ് വൈൻഡിങ്ങിൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ അവിടുത്തെ ഒരു മെക്കാനിക്കൽ ബാലൻസിന് വേണ്ടിയിട്ടാണ്. പക്ഷേ അങ്ങനെ ഒരു കണ്ടീഷൻ എവിടെ നമുക്ക് വേണ്ട, ലാബ് വൈൻഡിങ്ങിൽ ഈ ഡെമ്മി കോയിൽസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഞാനിപ്പം 5 ഡിഫറൻസസ് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു 3 ഡിഫറൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഡിഫറൻസിനും 1 മാർക്ക് എന്നുള്ള രീതിയിൽ മൊത്തം നിങ്ങൾക്ക് 3 മാർക്സ് നമുക്ക് കിട്ടും. ഏതെങ്കിലും 3 അറ്റ്ലീസ്റ്റ് 3 നിങ്ങൾ എഴുതുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ കമ്പാരിസൺ ബിറ്റ്വീൻ ലാബ് ആൻഡ് വേവ് വൈൻഡിങ് എന്ന് പറയുന്നത്. ഇതൊരു 3 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു.
അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 1 നിന്ന് വന്നിരിക്കുന്ന പാർട്ട് എ നിന്ന് വന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ മൊഡ്യൂൾ 1 നിന്നുള്ള പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പാർട്ട് ബിയിൽ 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. 14 മാർക്സിൻ്റെ 2 ക്വസ്റ്റ്യൻ നമുക്ക് പാർട്ട് ബിയിൽ കാണാൻ പറ്റും. അതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്താൽ മതി. ഓർ ക്വസ്റ്റ്യൻ ആണത്. ഓക്കെ, അപ്പോൾ മൊഡ്യൂൾ 1 നിന്ന് വന്നിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് എ DC മെഷീൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് നീഡ് ഡയഗ്രാംസ്. മെൻഷൻ ദ മെറ്റീരിയൽ യൂസ് ഫോർ ഈച്ച് പാർട്ട് ആൻഡ് ഗീവ് റീസൺസ് ഫോർ ദ ചോയ്സ് ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ നമ്മളോട് ഇവിടെ ഒരു DC മെഷീനിൻ്റെ ഒരു കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ആണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫിഗറും നമ്മൾ കാണിക്കണം. അതിനുശേഷം ഓരോ പാർട്ട്, എത്ര പാർട്സ് ഉണ്ട് DC മെഷീനിൽ, അതിൽ ഓരോ പാർട്ടും ഏതൊക്കെ മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതെന്നും നമ്മളിവിടെ മെൻഷൻ ചെയ്യണമെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് 14 മാർക്സ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് ഒരു DC മെഷീൻ്റെ പാർട്സ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഏതൊരു മെഷീനും പോലെ തന്നെ ഇവിടെ നമുക്ക് 2 പാർട്ട് ഉണ്ടല്ലേ. അതായത് ഒരു സ്റ്റേറ്ററും കാണും, അതുപോലെ തന്നെ ഒരു റോട്ടറും കാണും. അപ്പോൾ DC മെഷീൻ്റെ സ്റ്റേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫീൽഡ് സിസ്റ്റം ആയിരിക്കും. അതുപോലെ തന്നെ റോട്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ആർമേച്ചർ ആയിരിക്കും ഏതായിട്ട് വരുന്നത്? റോട്ടറായിട്ട് വരുന്നത്. ദെൻ നമ്മുടെ മെയിൻ പാർട്സ് എടുത്ത്, അതായത് ഇതിൻ്റെ മൊത്തത്തിൻ്റെ ഒരു മെയിൻ പാർട്സ് എടുത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയായിരിക്കും പാർട്സ് എന്ന് വെച്ചാൽ ഫസ്റ്റ് യോക്ക്, ദെൻ പോൾ, കോർ ആൻഡ് പോൾ ഷൂ, ദെൻ ഫീൽഡ് വൈൻഡിങ്, ആർമേച്ചർ, കോർ ആൻഡ് വൈൻഡിങ്സ്, ദെൻ കമ്മ്യൂട്ടേറ്റർ, ദെൻ ബ്രഷസ്. ഇതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഓഫ് DC മെഷീൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഫിഗർ ഒന്ന് നോക്കാം. അതായത് ഇവിടെ വരുന്ന ഈ ഔട്ടർ പോർഷനെ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യോക്ക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു ഇതൊരു 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നിങ്ങൾ ഫിഗർ എന്തായാലും ഡെഫിനറ്റ്ലി നിങ്ങൾ ഫിഗർ ഒന്ന് കാണിച്ചിരിക്കണം. ഫിഗറിന് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 4 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ ഫസ്റ്റ് കാണിക്കുക. ഫിഗർ എന്ന് പറയുമ്പോൾ ഒരു ഔട്ടർ പോർഷൻ നിങ്ങൾ കാണിക്കുക. ഈ ഔട്ടർ പോർഷനെയാണ് നിങ്ങൾ എന്തെന്ന് പറയുന്നത്? ആ മെഷീൻ്റെ യോക്ക് എന്ന് പറയുന്നത്. ദെൻ യോക്കിലോട്ട് നമ്മൾ പോള് സ്ക്രൂ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ പോളിൻ്റെ ഇനീഷ്യൽ പോർഷനെ നമ്മൾ പോൾ കോർ എന്ന് പറയും. അതിൻ്റെ ഈ വൈഡൻ ചെയ്തിരിക്കുന്ന ഈ പോർഷനെയാണ് നമ്മൾ പോൾ കോർ എന്ന് പറയുന്നത്. പോൾ കോറിന് ശേഷം ഇതാണ് നമ്മുടെ ആർമേച്ചർ എന്ന് പറയുന്നത്. ആർമേച്ചറിൽ നിങ്ങൾക്ക് ആർമേച്ചർ കോറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആർമേച്ചർ കോറിൽ സ്ലോട്ട് ചെയ്തിട്ട് നമ്മളിവിടെ വെച്ചിരിക്കുന്ന ഈ ചെറിയ കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ ആർമേച്ചർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ആർമേച്ചർ വൈൻഡിങ് എന്ന് നമ്മൾ പറയുന്നത്. അതിനുശേഷം നമുക്ക് കമ്മ്യൂട്ടേറ്റർ കാണാൻ പറ്റും. ആർമേച്ചർ വൈൻഡിങ്സ് കമ്മ്യൂട്ടേറ്ററിലോട്ടായിരിക്കും നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. കമ്മ്യൂട്ടേറ്ററിൻ്റെ എൻഡിൽ നമുക്ക് ബ്രഷ് കാണാൻ പറ്റും. ദെൻ ഇതായിരിക്കും നമ്മുടെ അതിൻ്റെ ഷാഫ്റ്റ് എന്ന് പറയുന്നത്. റൊട്ടേറ്റിംഗ് ആർമേച്ചറിൻ്റെ ഷാഫ്റ്റ് എന്ന് പറയുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പോൾ അല്ലേ, ഫീൽഡ് പോളിൽ നമുക്ക് ഫീൽഡ് വൈൻഡിങ്സ് ഉണ്ടാകും. ആ ഫീൽഡ് വൈൻഡിങ്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. അതായത് കറണ്ട് കൊടുക്കുമ്പോഴാണ് അത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ആവുന്നത്. സോ അതിലോട്ടുള്ള DC കറണ്ട് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ പോളിൻ്റെ ചുറ്റും നമുക്ക് ഫീൽഡ് കോയിൽസ് ഉണ്ടാവും. ഓക്കെ, അതാണ് ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ ഒരു ഫിഗർ വരച്ചിട്ട് നിങ്ങൾ ഇത്തരം പാർട്സ് നിങ്ങളവിടെ ക്ലിയർലി നിങ്ങൾ കാണിച്ചിരിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഫിഗറിൻ്റെ 4 മാർക്സ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അതായത് നമുക്കിവിടെ ഓരോ പാർട്ടും അതിൻ്റെ ഫംഗ്ഷനും അതുപോലെ തന്നെ അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാൻ പോകുന്നത്? ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് യോക്കാണ് അല്ലേ. യോക്ക് എന്ന് പറയുന്നത് ആ DC മെഷീൻ്റെ ആ ഒരു ഔട്ടർ ഫ്രെയിമിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ യോക്ക് എന്ന് പറയുന്നത്. യോക്ക് ഈസ് ഓൾസോ കോൾഡ് ആസ് എ ഫ്രെയിം. അപ്പോൾ ഫ്രെയിമിൻ്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? ഈ ഫ്രെയിമിലോട്ടാണ് നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. അതായത് ഇറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ഫോർ ദ പോൾസിന് ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് പോലെ ആക്ട് ചെയ്യും. അതുപോലെ തന്നെ എൻറ്റയർ മെഷീൻ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ പോളും ഫീൽഡ് സിസ്റ്റവും അതുപോലെ തന്നെ ആർമേച്ചറും ഒക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത് അല്ലേ. സോ എൻറ്റയർ നമ്മുടെ മെഷീന് ഒരു പ്രൊട്ടക്റ്റീവ് കവർ പോലെ ആക്ട് ചെയ്യുന്നതും ഏത് തന്നെയായിരിക്കും? നമ്മുടെ ഈ പറഞ്ഞ യോക്ക് എന്ന് പറയുന്നതാണ് അല്ലേ. സോ യോക്ക് എന്ന് പറയുന്നത് ദാറ്റ് പ്രൊവൈഡ്സ് മെക്കാനിക്കൽ സപ്പോർട്ട് ഫോർ ദ പോൾസ് ആൻഡ് as well as acts as a protective cover for the whole machine. കാരണം ഇതൊരു ഔട്ടർ ഫ്രെയിം ആയിട്ടാണ് വരുന്നത് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഫ്ലെക്സ് പാത്ത്, അതായത് നമുക്കറിയാം ഫീൽഡ് പോൾസ് നമ്മൾ എങ്ങോട്ടാണ് സ്ക്രൂ ചെയ്തിരിക്കുന്നത്? ഈ യോക്കിലോട്ടാണ് സ്ക്രൂ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫീൽഡ് സിസ്റ്റം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഈ യോക്കിലൂടെയാണല്ലേ. അപ്പോൾ യോക്ക് എന്ന് പറയുന്നത് ഒരു ഫ്ലെക്സ് കാരിയറും കൂടിയാണല്ലേ. അപ്പോൾ യോക്ക് ഈസ് ആൻ അയൺ ബോഡി വിച്ച് ക്യാരീസ് ദ മാഗ്നറ്റിക് ഫ്ലെക്സ്. അപ്പോൾ ഫ്ലെക്സ് പാത്ത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കണം? ഒരു അയൺ ബോഡി ആയിരിക്കണം. എങ്കിൽ മാത്രമാണ് അത് ഫ്ലെക്സ് ക്യാരി ചെയ്യുള്ളൂ അല്ലേ. സോ ദിസ് ഇസ് എൻ അയൺ ബോഡി വിച്ച് ക്യാരീസ് ദ മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൊഡ്യൂസ് ബൈ ദ പോൾസ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് അതിൻ്റെ പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഏതിലൂടെ ആയിരിക്കും? യോക്കിലൂടെ ആയിരിക്കും. ദെൻ യോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കാസ്റ്റ് അയൺ, സിലിക്കൺ സ്റ്റീൽ, കാസ്റ്റ് സ്റ്റീൽ, റോൾഡ് സ്റ്റീൽ, ഇതൊക്കെയാണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മൾ നോർമലി അതിൻ്റെ യോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ സ്മോൾ മെഷീൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം സ്മോൾ മെഷീൻസിൻ്റെ കേസിൽ നമ്മൾ വെയിറ്റിനേക്കാൾ ഉപരി നമ്മളതിൻ്റെ ചീപ്നെസ്, അതായത് എത്ര വിലക്കുറവിന് നമുക്കത് കിട്ടുമെന്നാണ്, അതിൻ്റെ ചീപ്നെസ് ആണ് നമ്മൾ നോക്കുന്നത്. അന്നേരം യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് കാസ്റ്റ് അയൺ ആയിരിക്കും. കാസ്റ്റ് അയണിന് ഇവൻ ദോ അതിന് വെയിറ്റ് കൂടുതലാണെങ്കിലും അത് ചീപ്പാണല്ലേ. അതുകൊണ്ട് സ്മോൾ മെഷീൻസിൽ നമ്മൾ യോക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലും കാസ്റ്റ് അയൺ ആയിരിക്കും. പക്ഷേ ലാർജ് മെഷീൻസിലോട്ട് ഉപയോഗിക്കും നമ്മൾ കൂടുതലും കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ റോൾഡ് സ്റ്റീൽ ആയിരിക്കും നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്, യോക്ക് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ യോക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എഴുതുക. ഇറ്റ് ഈസ് ദ ഔട്ടർ പ്രൊട്ടക്റ്റീവ് കവർ വിച്ച് ആക്സ് എസ് എ പ്രൊട്ടക്റ്റീവ് കവർ ടു ദ എൻറ്റയർ മെഷീൻ ആൻഡ് ആക്സ് എസ് എ മെക്കാനിക്കൽ സപ്പോർട്ട് ഫോർ ദ പോൾസ് ആൻഡ് ഓൾസോ ഇറ്റ് ക്യാരിയസ് എസ് എ it acts as a carrier of the magnetic flux. അതിനുശേഷം അതുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എഴുതണമെന്ന് ക്ലിയർലി അവർ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്മോൾ മെഷീൻസിലാണെങ്കിൽ യോക്ക് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ ആൻഡ് ഫോർ ലാർജ് മെഷീൻസ് ഇറ്റ് ഈസ് നോർമലി മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് സ്റ്റീൽ. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പോൾ കോർ ആൻഡ് പോൾ ഷൂ. അപ്പോൾ യോക്കിലോട്ടാണ് നമ്മൾ പോൾ കോറും പോൾ ഷൂ. ഇതാണ് നമ്മുടെ പോൾ എന്ന് പറയുന്നത്. ഈ പോളിൻ്റെ ഈ അപ്പർ പോർഷനെ നമ്മൾ പറയുന്നതാണ് പോൾ കോർ എന്ന്. അതിനുശേഷം അതിൻ്റെ ബോട്ടത്തിലോട്ട് വരുന്തോറും നമുക്കറിയാം ഒരു വൈഡൻ പോർഷൻ നമുക്ക് കാണാൻ പറ്റും അല്ലേ. അതായത് ബോട്ടം പോർഷൻ ഈസ് സോ മച്ച് വൈഡൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അപ്പോൾ ഈ പോർഷനെയാണ് നമ്മൾ പോൾ ഷൂ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് പോൾ എടുക്കുമ്പോൾ പോൾ കോറും കാണും, അതുപോലെ തന്നെ നമുക്ക് പോൾ ഷൂവും കാണും. പോൾ കോർ എന്ന് പറയുന്നത് സോളിഡ് പീസ് മെയ്ഡ് ഔട്ട് ഓഫ് എയ്തർ കാസ്റ്റ് അയൺ ഓർ കാസ്റ്റ് സ്റ്റീൽ. കാസ്റ്റ് സ്റ്റീലോ അല്ലെങ്കിൽ കാസ്റ്റ് അയണോ വെച്ചുണ്ടാക്കുന്ന ഒരു ഫ്രെയിം ആയിരിക്കും. അതിനുശേഷം പോൾ ഷൂ എന്ന് പറയുന്നത് ഈ ബോട്ടം പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദറ്റ് ഈസ് ഓൾസോ മെയ്ഡ് അപ്പ് ഓഫ് കാസ്റ്റ് അയൺ. പക്ഷേ അതെന്തായിരിക്കും, ലാമിനേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും അല്ലേ. അത് ലാമിനേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും. ഇനി ഈ പോൾ ഷൂവിൻ്റെ ഫംഗ്ഷൻ എന്താണ് നമുക്കറിയാം. ഈ അടിയിലുള്ള ഈ എൻലാർജ്ഡ് പോർഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോൾ ഷൂ എന്ന് പറയുന്നത്. പോൾ ഷൂവിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഫസ്റ്റ് നമുക്കറിയാം അതാണ് എങ്ങോട്ട് നമ്മുടെ ഈ ആർമേച്ചർ കണ്ടക്ടേഴ്സിന് ചുറ്റും നമ്മുടെ ഫീൽഡ് ഫ്ലക്സിനെ യൂണിഫോംലി സ്പ്രെഡ് ഔട്ട് ചെയ്ത് കൊടുക്കുന്നത് ഏതായിരിക്കും, നമ്മുടെ ഈ പറഞ്ഞ പോൾ ഷൂ ആണ്. സോ അങ്ങനെ യൂണിഫോംലി സ്പ്രെഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോൾ ഷൂ നമ്മൾ എന്താ ചെയ്ത് എൻലാർജ് ചെയ്ത് പോളിൻ്റെ ബോട്ടം പോർഷൻ നമ്മൾ വെച്ചിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ പോൾ ഷൂ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ്, ദേ സ്പ്രെഡ് ഔട്ട് ദ ഫ്ലക്സ് ഇൻ ദ എയർ ഗ്യാപ്പ് ആൻഡ് ഓൾസോ ബീങ് ഓഫ് ലാർജ് ക്രോസ് സെക്ഷൻ റെഡ്യൂസ് ദ റിലക്റ്റൻസ് ഓഫ് ദ മാഗ്നറ്റിക് പാത്ത്. അപ്പോൾ സ്പ്രെഡ് ചെയ്യാനും സഹായിക്കും, അതുപോലെ തന്നെ മാഗ്നറ്റിക് പാത്തിൻ്റെ റിലക്റ്റൻസ് കുറയ്ക്കാനും പറ്റും. അതിനുശേഷം എന്താണ്, ദേ സപ്പോർട്ട്, അതായത് ഇതിൻ്റെ ഈ പോർഷൻ ഭയങ്കര എൻലാർജ്ഡ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഫീൽഡ് വൈൻഡിങ് വെച്ചാൽ എന്താണ്, ആ ഫീൽഡ് വൈൻഡിങ്ങിനെ സപ്പോർട്ട് ചെയ്യാനും ഏതിന് പറ്റും, നമ്മുടെ ഈ പറഞ്ഞ പോലെ പോൾ ഷൂവിന് പറ്റും. അപ്പോൾ എന്താണ്, ദേ സപ്പോർട്ട് ദ എക്സൈറ്റിംഗ് കോയിൽസ് അല്ലെങ്കിൽ ഫീൽഡ് കോയിൽസിനെ അതെന്ത് പറ്റും, സപ്പോർട്ട് ചെയ്ത് നിർത്തും. ദെൻ മെറ്റീരിയൽ യൂസ് ഫോർ ദ പോൾ ഷൂ ഈസ്, പോൾ ഷൂ ഉണ്ടാക്കിയിരിക്കുന്ന കാസ്റ്റ് സ്റ്റീൽ അല്ലെങ്കിൽ കാസ്റ്റ് അയൺ വെച്ചിട്ടായിരിക്കും നമ്മൾ ഏത് പോൾ ഷൂ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പോളിൻ്റെ ഒരു ഫംഗ്ഷൻ ആൻഡ് അതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഫീൽഡ് വൈൻഡിങ് ആണ്. അത് നമുക്കറിയാം ഫീൽഡിന് ചുറ്റും നമ്മൾ പറഞ്ഞു ഫീൽഡ് എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റ്സ് ആണ്. അപ്പോൾ അതിനെ മാഗ്നറ്റൈസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഒരു മാഗ്നറ്റിക് ആക്ഷൻ തരണമെങ്കിൽ നമ്മളതിൽ DC കറണ്ട് പാസ് ചെയ്യിക്കണം അല്ലേ. അപ്പോൾ DC കറണ്ട് പാസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ്, നമ്മൾ അവിടെ ഒരു ഫീൽഡ് വൈൻഡിങ് നമ്മൾ വെച്ചിരിക്കുന്നത്. ആ ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത് ഈസ് നോർമലി മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ ആയിരിക്കും അല്ലേ. ദ ഫീൽഡ് വൈൻഡിങ് ഈസ് ഓൾസോ കോൾഡ് എസ് എക്സൈറ്റിംഗ് വൈൻഡിങ്. ദേ ആർ യൂസ്ഡ് ഫോർ ഫീൽഡ് കണ്ടക്ടർ ആൻഡ് ഫീൽഡ് കണ്ടക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈസ് യൂഷ്വലി കോപ്പർ ആയിരിക്കും. അപ്പോൾ ഫീൽഡ് കോയിൽസ് നമ്മൾ എന്താണ്, ഈ ഫീൽഡ് അല്ലെങ്കിൽ നമ്മൾ ഈ പോളിൻ്റെ ചുറ്റുമായിരിക്കും നമ്മൾ ഈ ഫീൽഡ് കോയിൽസ് വെച്ചിരിക്കുന്നത് അല്ലേ. ഫീൽഡ് കോയിൽസ് ആർ കണക്റ്റഡ് ഇൻ സച്ച് എ വേ ദാറ്റ് അഡ്ജസൻറ്റ് പോൾസ് ഹാവ് ഓപ്പോസിറ്റ് പൊളാരിറ്റി. നമുക്കറിയാം ഒരു നോർത്ത് പോൾ ആണെങ്കിൽ അടുത്തത് സൗത്ത് പോൾ, പിന്നെ നോർത്ത് പോൾ അങ്ങനെയാണ്. അപ്പം ഓപ്പോസിറ്റ് പൊളാരിറ്റീസിലായിരിക്കും നമ്മുടെ അഡ്ജസൻറ്റ് ഈ പറഞ്ഞ പോലെ ഫീൽഡ് കോയിൽസ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. Then the MMF developed by the field coil produces a magnetic flux that passes through the pole pieces, air gap, the armature and the frame. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, ഈ പോൾ കോർ കടന്ന് പോൾ ഷൂ കടന്ന് നമുക്കറിയാം നമ്മുടെ ആർമേച്ചറിലൂടെ പാസ് ചെയ്തിട്ട് എയർ ഗ്യാപ്പ് കടന്ന് അടുത്ത പോൾ വഴി യോക്ക് വഴിയായിരിക്കും അതിൻ്റെ ഫ്ലക്സ് പാത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇങ്ങനെയായിരിക്കും ഈ യോക്ക് വഴി എയർ ഗ്യാപ്പ് കടന്ന് ആർമേച്ചർ കടന്ന് ഇങ്ങനെയായിരിക്കും ഫ്ലക്സ് പാത്ത് അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത് അത് നമ്മൾ DC സപ്ലൈ കണക്ട് ചെയ്യുന്ന ഒരു കോപ്പർ കോയിലായിരിക്കും. ആ കോപ്പർ കോയിലായിരിക്കും മാഗ്നറ്റിസം അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഇവിടെ നമ്മൾ എടുക്കുമ്പം പ്രാക്ടിക്കൽ DC മെഷീനിൽ ഒരു എയർ ഗ്യാപ്പ് ലെങ്ത്തിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ 0.5 mm to 1.5 mm ഒക്കെയും എയർ ഗ്യാപ്പിൻ്റെ ലെങ്ത് എന്ന് നമ്മൾ യൂഷ്വലി പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആർമേച്ചർ കോർ ആൻഡ് ആർമേച്ചർ വൈൻഡിങ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ യോക്കും അതുപോലെ തന്നെ നമ്മുടെ ഫീൽഡ് സിസ്റ്റവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അടുത്തത് നമ്മുടെ ഏതാണ്, നമ്മുടെ ആർമേച്ചർ ആണ് അല്ലേ. ആർമേച്ചറിലോട്ട് വരുമ്പോൾ നമുക്കറിയാം അവിടെ നമുക്കൊരു ആർമേച്ചർ കോർ ഉണ്ടാവും. ആർമേച്ചർ കോർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്,
ഇതായിരിക്കും നമ്മുടെ ആർമേച്ചർ കോർ എന്ന് പറയുന്നത്. ഈ ആർമേച്ചർ കോറിൻ്റെ ഔട്ടർ പെരിഫറിയിൽ നമുക്ക് സ്ലോട്ട്സ് കാണാൻ പറ്റും. അവിടെയാണ് നമ്മൾ ഈ ആർമേച്ചർ കണ്ടക്ടേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ സ്ലോട്ടഡ് ആയിരിക്കും ഇത്. അവിടെ എന്ത് സംഭവിക്കുന്നു, നമ്മൾ ആർമേച്ചർ കണ്ടക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുന്നു. ആ ആർമേച്ചർ കണ്ടക്ടേഴ്സ് നമ്മൾ ലാപ്പ് വൈൻഡിങ്ങോ വേവ് വൈൻഡിങ്ങിലോ ഏതെങ്കിലും ഒരു ഫാഷനിൽ നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലോട്ടായിരിക്കും ആർമേച്ചർ വൈൻഡിങ്ങിൻ്റെ എൻഡ്സ് നമ്മൾ, അല്ലെങ്കിൽ ഓരോ കോയിലും നമ്മൾ ഓരോ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലോട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത്. ആ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൽ നിന്ന് നമ്മൾ എന്താണ്, നമ്മളിവിടെ ബ്രഷ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ആ ബ്രഷ് വഴി നമ്മൾ എക്സ്റ്റേണൽ വേൾഡിലോട്ട് ജനറേറ്ററിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ കറണ്ട് കളക്ട് ചെയ്യും. മോട്ടറിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ബ്രഷ് വഴി ആർമേച്ചറിലോട്ട് കറണ്ട് കൊടുക്കും അല്ലേ. അപ്പോൾ പിന്നെ നമുക്ക് വരുന്ന ആർമേച്ചർ കണ്ടക്ടേഴ്സ്, കമ്മ്യൂട്ടേറ്റർ, ബ്രഷ്, അതാണ് നമ്മുടെ അടുത്ത ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആർമേച്ചർ കോർ ആൻഡ് വൈൻഡിങ്സ്. അപ്പോൾ നമുക്ക് അവിടെ ഇവിടെ ആർമേച്ചർ കോർ എന്ന് പറയുന്നത് ഫീൽഡ് ബാത്തിൻ്റെ ഉള്ളിൽ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ്. ഞാൻ പറഞ്ഞു DC മെഷീൻസിൽ ആർമേച്ചർ എന്ന് പറയുന്നത് എന്താണ്, ആർമേച്ചർ ഇസ് ദ റോട്ടർ അല്ലേ, അത് റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് പറയുന്ന ആർമേച്ചറാണ്. അപ്പോൾ ആർമേച്ചർ നോർത്ത് ആൻഡ് സൗത്ത് പോളിൽ അണ്ടറിൽ കണ്ടിന്യൂസ് റൊട്ടേറ്റ് ചെയ്യാണ്. നമുക്കറിയാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ മാഗ്നറ്റൈസേഷൻ റിവേഴ്സ് ആവുകയാണല്ലേ. മാഗ്നറ്റൈസേഷൻ റിവേഴ്സ് ആകുമ്പോൾ എന്ത് പറ്റും, അവിടെ ഹിസ്റ്ററിസിസ് ലോസ് നമ്മുടെ ഏതിലുണ്ടാവും, നമ്മുടെ ആർമേച്ചർ കോർ മെറ്റീരിയൽ ഉണ്ടാവും. അതുപോലെ തന്നെ ആർമേച്ചർ കോർ മെറ്റീരിയൽ നമ്മൾ യൂഷ്വലി അയൺ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ അയൺ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആണ് അല്ലേ. അപ്പോൾ അതിൽ കൂടെ എന്ത് സംഭവിക്കും, കറണ്ട് ഫ്ലോ ചെയ്യും. അതൊരു കണ്ടക്റ്റിംഗ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോ അതിലൊരു EMF ഇൻഡ്യൂസ് ചെയ്ത് അതിൽ കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അതിനാണ് നമ്മൾ എഡി കറണ്ട് എന്ന് പറയുന്നത്. സോ ഹിസ്റ്ററിസ് ഈ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, അത് കണ്ടക്ടർ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ലോസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്റ്ററിസിസ് ലോസും എഡി കറണ്ട് ലോസും എവിടെ ഉണ്ടാവും, നമ്മുടെ ആർമേച്ചർ കോറിലുണ്ടാവും. അപ്പോൾ ഈ ആർമേച്ചർ കോറിനെ നമുക്ക് അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യണം. അതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂഷ്വലി സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് കൊണ്ടായിരിക്കും നമ്മൾ ഏതുണ്ടാക്കിയിരിക്കുന്ന ആർമേച്ചർ കോർ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ആർമേച്ചർ കോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതാണ് റൊട്ടേറ്റിംഗ് പാർട്ട് എന്ന് ഞാൻ പറഞ്ഞു. ആർമേച്ചർ കോർ എന്ന് പറയുന്ന ഹൈ ഗ്രേഡ് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സിലിക്കൺ സ്റ്റീൽ യൂസ് ചെയ്യാൻ കാരണം എന്താ, യൂസ് ഓഫ് ഹൈ ഗ്രേഡ് സിലിക്കൺ സ്റ്റീൽ ഈസ് ടു കീപ് ദ ഹിസ്റ്ററിസിസ് ലോസ് ലോ. കാരണം നമുക്കറിയാം ആർമേച്ചർ കോർ എന്താണ്, നോർത്ത് പോളിൻ്റെ അണ്ടറിലും സൗത്ത് പോളിൻ്റെ അണ്ടറിലും മാറി മാറി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ മാഗ്നറ്റൈസേഷൻ കണ്ടിന്യൂസ്ലി റിവേഴ്സ് ചെയ്യാണ്. മാഗ്നറ്റൈസേഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, നമുക്കറിയാം ഒരു BH കർവ് അത് ആ മാഗ്നറ്റിക് മെറ്റീരിയൽ ട്രേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും, അവിടെ ഒരു ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടാവുന്നുണ്ട് ആർമേച്ചർ കോറിൽ. ആ ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ടാവും. അതുപോലെ തന്നെ ആർമേച്ചർ അയൺ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതുകൊണ്ട് കണ്ടക്ടറാണ്, അവിടെ ഒരു എഡി കറണ്ട് ലോസും നമുക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഹിസ്റ്ററിസിസ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമൽ സ്റ്റീലിലോട്ട് കുറച്ച് സിലിക്കൺ, അതായത് ഒരു ലെസ് ദാൻ 5% സിലിക്കൺ നമ്മൾ ആഡ് ചെയ്യും. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് ഈ BH കർവിൻ്റെ ഏരിയ നമുക്ക് അങ്ങോട്ട് കുറയ്ക്കാൻ പറ്റും. BH കർവിൻ്റെ ഏരിയ കുറയ്ക്കുമ്പോൾ നമുക്കറിയാം ഹിസ്റ്ററിസിസ് ലോസ് കുറയും. അതിനുശേഷം എന്താണ്, ഒരു എൻറ്റയർ അയൺ ബോഡി യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ എന്താണ് ലാമിനേഷൻസ് ആയിട്ടായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഓരോ ലാമിനേഷൻസ് വെച്ചിട്ട് അതിനെ ബോൾട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ എൻറ്റയർ ആർമേച്ചർ കോർ ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, ഓരോരോ കുഞ്ഞു കുഞ്ഞു ലാമിനേഷൻസ്. ഈ ലാമിനേഷൻസ് ഒക്കെ ഫൈനലി ബോൾട്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഫുൾ നമ്മുടെ എന്താണ് ആർമേച്ചർ കോർ എന്ന് പറയുന്ന സ്ട്രക്ചർ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ ഓരോരോ ലാമിനേഷൻസും അതിൻ്റെ ബിറ്റ്വീൻ നമുക്ക് ഇൻസുലേഷൻ കാണും. അത് കാരണം എഡി കറണ്ടിനുള്ള പാത്ത് എന്ത് സംഭവിക്കും, എഡി കറണ്ട് എന്ന് പറയുന്നതിനുള്ള പാത്ത് അവിടെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എഡി കറണ്ടിൻ്റെ പാത്ത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, എഡി കറണ്ട് ലോസും റെഡ്യൂസ് ചെയ്യാം. സോ സിലിക്കൺ സ്റ്റീൽ വെച്ചിട്ട് നമുക്ക് ഹിസ്റ്ററിസിസ് ലോസും ലാമിനേഷൻസ് വെച്ചിട്ട് നമുക്ക് എഡി കറണ്ട് ലോസും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻസ് കൊണ്ടായിരിക്കും നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്നത്, നമ്മുടെ ആർമേച്ചർ കോർ ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ആർമേച്ചർ കോറിൽ നമ്മൾ കോപ്പർ കണ്ടക്ടേഴ്സ്, ആർമേച്ചർ വൈൻഡിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതായിരിക്കും, കോപ്പർ വൈൻഡിങ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഔട്ടർ കോർ എന്ന് പറയുന്ന സ്ലോട്ടഡ് ആയിരിക്കും. അവിടെ നമ്മൾ ഏത് വെക്കും, നമ്മൾ ആർമേച്ചർ കണ്ടക്ടേഴ്സ് വെക്കും. ഈ ആർമേച്ചർ കണ്ടക്ടേഴ്സ് നമ്മൾ ലാപ്പ് അല്ലെങ്കിൽ വേവ് വൈൻഡിങ് ഫാഷനിൽ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഓരോ ലാമിനേഷൻ്റെയും തിക്നെസ് എന്ന് വെച്ചാൽ 0.3 to 0.6 mm തിക്നെസ് ആയിരിക്കും ഓരോ ലാമിനേഷൻസിനും വരുന്നത്. അപ്പോൾ അത്രയാണ് ആർമേച്ചർ കോർ ആൻഡ് വൈൻഡിങ്സിൽ നമ്മൾ നോക്കേണ്ടത്. ഇനി അടുത്ത പാർട്ടാണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. അതായത് ഈ ആർമേച്ചർ വൈൻഡിങ്ങിൽ നിന്ന് വരുന്ന കണക്ഷൻസ് നമ്മൾ എങ്ങോട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്, ഓരോ കോയിലും നമ്മൾ ഓരോ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സിലോട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആർമേച്ചർ എന്ന് പറയുന്നത് ഒരു റൊട്ടേറ്റിംഗ് സ്ട്രക്ചറാണ്. അതായത് ഫീൽഡ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ആർമേച്ചർ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റൊട്ടേറ്റിംഗ് കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അതിൽ ആർമേച്ചർ റൊട്ടേറ്റിംഗ് ആണെങ്കിൽ വൈൻഡിങ്ങും നമുക്കറിയാം മൂവിംഗ് ആണ്. സോ മൂവിംഗ് വൈൻഡിങ്ങിൽ നിന്ന് കണക്ഷൻ എടുക്കണമെങ്കിൽ നമുക്ക് എന്താണ്, അവിടെ നമുക്ക് വീണ്ടും ഒരു മൂവിംഗ് സ്ട്രക്ചർ തന്നെ വേണം അല്ലേ. സോ കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അഗെയിൻ ഒരു മൂവിംഗ് സ്ട്രക്ചർ ആയിരിക്കും. ഈ കമ്മ്യൂട്ടേറ്റർ ആണ് എന്തിന്, നമ്മുടെ ആർമേച്ചർ കണ്ടക്ടേഴ്സിൽ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനെ DC കറണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈ കമ്മ്യൂട്ടേറ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ എന്തെന്ന് പറയും, അതിനെ നമ്മളൊരു മെക്കാനിക്കൽ റെക്ടിഫയർ എന്ന് പറയും, വിച്ച് കൺവേർട്സ് ദ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ജനറേറ്റഡ് ഇൻ ദ ആർമേച്ചർ വൈൻഡിങ് ടു എ ഡയറക്റ്റ് വോൾട്ടേജ് അക്രോസ് ദ ബ്രഷസ്. അപ്പോൾ ഈ ആർമേച്ചർ ചെയ്യുന്ന ഇനി നമ്മൾ എക്സ്റ്റേണൽ വേൾഡിലോട്ട് ഈ കറണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതായിരിക്കും ഏത്, ബ്രഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്മ്യൂട്ടേറ്റർ യൂഷ്വലി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ്, കോപ്പർ സെഗ്മെൻറ്റ് കൊണ്ടായിരിക്കും, നമ്മൾ ഹാർഡ് ഡ്രോൺ കോപ്പർ സെഗ്മെൻറ്റ് കൊണ്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓരോ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റും ഇൻസുലേറ്റഡ് ആയിരിക്കും. അതിന് ഇൻസുലേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും, മൈക്ക ഷീറ്റ്സ് ആയിരിക്കും ഇൻസുലേറ്റർ ആയിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ കമ്മ്യൂട്ടേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതൊരു മെക്കാനിക്കൽ റെക്ടിഫയർ ആണ് ദാറ്റ് കൺവേർട്സ് ദ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ടു ഡയറക്റ്റ് കറണ്ട് ഇൻ ദ ഔട്ട്സൈഡ് വേൾഡ്. അതുണ്ടാക്കിയിരിക്കുന്ന കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ സെഗ്മെൻറ്റ്സ് ആൻഡ് ഈച്ച് കോപ്പർ സെഗ്മെൻറ്റ് ഈസ് ഇൻസുലേറ്റഡ് ഫ്രം ഈച്ച് അതർ യൂസിങ് മൈക്ക ഷീറ്റ്സ്. ഓക്കെ, അതിനുശേഷം ഈ ആർമേച്ചർ കണ്ടക്ടേഴ്സ് ഞാൻ പറഞ്ഞു കണക്ട് ചെയ്തിരിക്കുന്ന ഓരോ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിലോട്ടാണ്. ആർ സോൾഡഡ് ടു ദ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റ്സ് ഇൻ ദ സ്യൂട്ടബിൾ മാനർ ടു ഗീവ് റൈറ്റ്സ് ദ ആർമേച്ചർ വൈൻഡിങ്. അതിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ ലാബ് വൈൻഡിങ്, വേവ് വൈൻഡിങ് എന്ന് പറയുന്ന ഓരോ കണക്ഷൻ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. ഇനി ഫൈനൽ പാർട്ടായിട്ട് വരുന്നതാണ് ബ്രഷ്. നമുക്കറിയാം ആർമേച്ചറും റൊട്ടേറ്റിംഗ് ആണ്, ആർമേച്ചറിൻ്റെ നമ്മുടെ വൈൻഡിങ് കണക്ട് ചെയ്തിരിക്കുന്ന കമ്മ്യൂട്ടേറ്ററും റൊട്ടേറ്റിംഗ് ആണ്. അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് സ്ട്രക്ചറിൽ നിന്ന് കറണ്ട് സ്റ്റേഷനറി ആയിട്ടുള്ള ഔട്ട്സൈഡ് വേൾഡിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്റ്റേഷനറി സ്ട്രക്ചർ വേണം അല്ലേ. അപ്പോൾ ഈ റൊട്ടേറ്റിംഗ് കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് കറണ്ട് കളക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് ഏതെന്ന് പറയുന്നത് ബ്രഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബ്രഷ് എന്ന് പറയുന്ന കമ്മ്യൂട്ടേറ്ററിനെ ടച്ച് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത് അല്ലേ. കമ്മ്യൂട്ടേറ്ററിനെ ടച്ച് ചെയ്ത കമ്മ്യൂട്ടേറ്റർ നമ്മൾ കറണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ബ്രഷ് എന്ന് പറയുന്നത് അല്ലേ. ദ പർപ്പസ് ഓഫ് ബ്രഷ് ഇൻ എ DC ജനറേറ്റർ ഇസ് ടു എൻഷുർ ഇലക്ട്രിക് കണക്ഷൻസ് ബിറ്റ്വീൻ ദ റൊട്ടേറ്റിംഗ് കമ്മ്യൂട്ടേറ്റർ ആൻഡ് സ്റ്റേഷനറി എക്സ്റ്റേണൽ ലൗഡ് സർക്യൂട്ട്. ബ്രഷസ് എന്ന് പറയുന്നത് നമ്മൾ നോർമലി കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ യൂഷ്വലി ബ്രഷ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞു ഈ കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ബ്രഷ് എന്ന് പറയുന്ന കമ്മ്യൂട്ടേറ്ററിനെ ടച്ച് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ബ്രഷ് ഇരിക്കുന്നത്. അതായത് ഒരു സ്പ്രിംഗ് ടെൻഷൻ വെച്ചിട്ട്, ഒരു സ്പ്രിംഗ് പ്രഷർ വെച്ചിട്ട് നമ്മൾ ഒരു സ്യൂട്ടബിൾ പൊസിഷനിൽ അല്ലെങ്കിൽ ഒരു സ്യൂട്ടബിൾ പ്രഷറിൽ നമ്മൾ കമ്മ്യൂട്ടേറ്ററിനെ ടച്ച് ചെയ്യാൻ പാകത്തിനായിരിക്കും ബ്രഷ് വെക്കുന്നത്. ഇഫ് ദ ബ്രഷ് പ്രഷർ ഭയങ്കര ലാർജ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? കമ്മ്യൂട്ടേറ്ററും ബ്രഷും തമ്മിൽ എന്താണ് അവിടെ വിയർ ആൻഡ് ടിയർ ഉണ്ടാവും അല്ലേ. വിയർ ആൻഡ് ടിയർ ഉണ്ടായിട്ട് അങ്ങനെ നമ്മുടെ ബ്രഷ് എന്താണ് അവിടെ വിയർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇനി ഇത് കുറവാണെങ്കിൽ, ഇപ്പോൾ ബ്രഷ് പ്രഷർ വളരെ വീക്ക് ആണെങ്കിൽ എന്ത് സംഭവിക്കും? കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റുമായിട്ട് അല്ലെങ്കിൽ കമ്മ്യൂട്ടേറ്റർ സർഫസുമായിട്ട് അതിന് ടച്ച് ഉണ്ടാവില്ല. അന്നേരം എന്ത് സംഭവിക്കും? കറണ്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു നോർമൽ പ്രഷറിൽ വേണം നമ്മൾ എപ്പോഴും ബ്രഷ് നമ്മുടെ കമ്മ്യൂട്ടേറ്റർ സർഫസിലോട്ട് ഫിക്സ് ചെയ്യാൻ. കാരണം അത് രണ്ടും തമ്മിലൊരു പ്രോപ്പർ കോൺടാക്റ്റ് വേണം. എങ്കിൽ മാത്രമാണ് കമ്മ്യൂട്ടേറ്ററിൽ നിന്ന് നമുക്ക് കറണ്ട് കളക്ട് ചെയ്തിട്ട് നമുക്ക് എക്സ്റ്റേണൽ ലോഡ് സർക്യൂട്ടിലോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ബ്രഷ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രഷ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് വെച്ചിട്ടായിരിക്കും യൂഷ്വലി നമ്മൾ ബ്രഷ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്രമാണ് നമ്മൾ ഒരു പാർട്സ് ഓഫ് DC മെഷീനിൽ നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഫിഗർ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു 4 മാർക്സ് കിട്ടും. അതിനുശേഷം ഓരോ പാർട്സും നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഓരോ പാർട്സിൻ്റെയും ഫംഗ്ഷൻ നിങ്ങൾ എഴുതുക. അന്നേരം നിങ്ങൾക്ക് ഏകദേശം ഒരു 6 മാർക്സ് നിങ്ങൾക്ക് പാർട്സ് എഴുതി കഴിഞ്ഞാൽ തന്നെ കിട്ടും. ദെൻ പാർട്സിൻ്റെ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ ഓരോ പാർട്ടും ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എഴുതുക എന്ന് ക്വസ്റ്റിനിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ യോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഏതാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആർമേച്ചർ കോർ ഉണ്ടാക്കാൻ, ബ്രഷ് ഉണ്ടാക്കാൻ, കമ്മ്യൂട്ടേറ്റർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഓരോ മെറ്റീരിയലും സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 4 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 4 + 6 + 4 എന്ന് പറയുമ്പോൾ ടോട്ടൽ 14 മാർക്സ് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിന് കിട്ടും. ഫിഗർ വേണം, ഓരോ പാർട്സും വരച്ചിട്ട് അതിൻ്റെ ഫംഗ്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യണം, ദെൻ മെറ്റീരിയൽ യൂസ് ഫോർ ഈച്ച് പാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 1 നിന്നുള്ള പാർട്ട് എയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. പാർട്ട് ബിയിലെ അടുത്ത 14 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു അതായത് സബ് പാർട്ട് വരുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് prepare the winding table for the simplest progressive armature winding for a 20 slot 4-pole DC machine with 2 coil sides per slot. Number of parallel path required is 4. അതായത് ഒരു വൈൻഡിങ് ടേബിൾ പ്രിപ്പയർ ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈൻഡിങ് ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പം ഇവിടെ നമുക്കറിയാം 4-പോൾ മെഷീനാണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട്. 20 സ്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബിൾ ലെയർ വൈൻഡിങ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഡബിൾ ലെയർ വൈൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സ്ലോട്ടിൽ നമുക്ക് 2 കണ്ടക്ടേഴ്സ്, ഒരു ടോപ്പ് കണ്ടക്ടറും കാണും, അതുപോലെ തന്നെ ഒരു ബോട്ടം കണ്ടക്ടറും. ഒരു സ്ലോട്ട് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു ടോപ്പ് കണ്ടക്ടറും അതുപോലെ തന്നെ ഒരു ബോട്ടം കണ്ടക്ടറും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഒരു ഡബിൾ ലെയർ വൈൻഡിങ് എന്ന് നമ്മൾ പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ 20 സ്ലോട്ട് ഉണ്ട്. ഒരു സ്ലോട്ടിൽ നമുക്ക് 2 കണ്ടക്ടേഴ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് പോൾസും 4 ആണ്. അപ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്തും നമ്പർ ഓഫ് പോൾസും ഈക്വൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് എന്ത് വൈൻഡിങ് ആയിരിക്കണം? ലാപ്പ് വൈൻഡിങ് ആയിരിക്കണം. അപ്പോൾ ലാപ്പ് വൈൻഡിങ് എന്ന് ഡയറക്റ്റ്ലി ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ A = P ആയതുകൊണ്ട് നമ്മൾ തന്നെ എടുക്കണം ഇതൊരു ലാപ്പ് വൈൻഡിങ് ആണെന്ന്. അപ്പോൾ ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ നമുക്കറിയാം എങ്ങനെ വൈൻഡിങ് ടേബിൾ പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഒരു 8 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണ് അല്ലേ. അപ്പോൾ 8 മാർക്സിൻ്റെ ക്വസ്റ്റനിൽ നമുക്ക് വൈൻഡിങ് ടേബിൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്കറിയാം YBയും YFും നമുക്ക് വേണം അല്ലേ. അപ്പോൾ YBയും YFും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. YB എന്ന് പറയുന്ന ബാക്ക് പിച്ച്, YF എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രണ്ട് പിച്ചാണ്. അപ്പോൾ ഇത് ലാപ്പ് വൈൻഡിങ് ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു ജനറൽ സൊല്യൂഷൻ നമുക്കറിയാമല്ലേ, YB = YF ± 2m. ഇത് നമ്മൾ ലാപ്പ് വൈൻഡിങ്ങിൽ പഠിക്കുന്നതാണ്. വേറെ M എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റി ഓഫ് ദ വൈൻഡിങ് ആണ്. അതായത് എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും സിംപ്ലക്സ് ആണെങ്കിൽ, അതുപോലെ എമ്മിൻ്റെ വാല്യൂ 2 ആണ് ഡ്യൂപ്ലക്സിൽ,
അതുപോലെ തന്നെ എമ്മിൻ്റെ വാല്യൂ 3 ആണ് ട്രിപ്ലെക്സിൽ അല്ലേ. അപ്പോൾ നമ്മളോട് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇതൊരു സിംപ്ലക്സ് വൈൻഡിങ് ആണെന്ന് ക്വസ്റ്റിനിൽ തന്നിരിക്കുന്നത്. സോ എമ്മിൻ്റെ വാല്യൂ എന്തായിരിക്കും? എമ്മിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതുപോലെ തന്നെ ഇഫ് നത്തിങ് ഈസ് മെൻഷൻ, നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ വൈൻഡിങ് എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവ് വൈൻഡിങ് ആയിരിക്കും. അതായത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പ്രോഗ്രസ് ചെയ്ത് പോകുന്ന ഒരു വൈൻഡിങ് ആയിരിക്കും ഇഫ് നത്തിങ് ഈസ് മെൻഷൻ നമ്മൾ വരയ്ക്കേണ്ടത്. അല്ലെങ്കിൽ അവർ സ്പെസിഫൈ ചെയ്തിരിക്കും ക്വസ്റ്റ്യനിൽ ഡ്രോ എ റിട്രോഗ്രസീവ് വൈൻഡിങ് എന്ന്. ഇപ്പോൾ ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് എന്താണ്, നമുക്ക് പ്രോഗ്രസീവ് വൈൻഡിങ് ആയിട്ട് എടുക്കാം. പ്രോഗ്രസീവ് വൈൻഡിങ്ങിന് പ്ലസ് സൈനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ റിട്രോഗ്രസീവ് വൈൻഡിങ് ആണെങ്കിൽ മൈനസ് സൈനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് എന്താണ്? സിംപ്ലക്സ് പ്രോഗ്രസീവ് ലാബ് വൈൻഡിങ് ആണ്. കാരണം സിംപ്ലക്സ് വൈൻഡിങ് എന്ന് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊന്നും പറയാത്തതുകൊണ്ട് നമ്മൾ എന്താണ്, പ്രോഗ്രസീവ് ലാബ് വൈൻഡിങ് ആണ്. അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പ്രോഗ്രസ് ചെയ്യുന്ന പോകുന്നത്. റിട്രോഗ്രസീവ് എന്ന് വെച്ചാൽ എന്താ, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടായിരിക്കും അത് പ്രോഗ്രസ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോഴൊരു സിംപ്ലക്സ് പ്രോഗ്രസീവ് ലാബ് വൈൻഡിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? YB = YF + 2 ആണ്. കാരണം എമ്മിൻ്റെ വാല്യൂ 1 ആണ്, പ്രോഗ്രസീവ് വൈൻഡിങ്ങിന് പ്ലസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ YB = YF + 2 എന്ന് നമുക്ക് വരും. ഇനി നമുക്കറിയാം പോൾ പിച്ച് അല്ലേ, നമുക്കിവിടെ പോൾ പിച്ച് നമുക്ക് അല്ലെങ്കിൽ കോയിൽ സ്പാൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. കോയിൽ സ്പാൻ അല്ലെങ്കിൽ പോൾ പിച്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? Z/P ആണ്. ഏതിൻ്റെ കേസിൽ? നമ്മുടെ ഒരു DC മെഷീൻ്റെ കേസിൽ നമ്മുടെ പോൾ പിച്ച് എന്ന് പറയുന്നത് Z/P ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ടോട്ടൽ കണ്ടക്ടേഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. Z എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ആണ്. ഇവിടെ നമ്മൾ ആവറേജ് പിച്ച് എന്ന് പറയുന്നത് Y ആവറേജ് എന്ന് പറയുന്നത് ഈ ബാക്ക് പിച്ചിൻ്റെയും ഫ്രണ്ട് പിച്ചിൻ്റെയും ആവറേജ് ആണ്. ദാറ്റ് ഈസ് YB + YF/2 ആയിരിക്കും ആവറേജ് പിച്ച് എന്ന് പറയുന്നത്. സോ അതിന് ദാറ്റ് ഈസ് ഈക്വൽ ടു Z/P. Z/P-നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോൾ പിച്ച് എന്ന് പറയുന്നത്. അതായത് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് പെർ പോൾ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പോൾ പിച്ച് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടിയില്ലേ, YB = YF + 2. ഇനി ഒരു ഇക്വേഷൻ കൂടെയും കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് YB-യുടെയും YF-ൻ്റെയും വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് Y ആവറേജ് YB + YF/2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ദാറ്റ് ഈസ് ഈക്വൽ ടു Z/P ആണ് അല്ലേ. ഇവിടെ Z എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ്. നമുക്കറിയാം 20 സ്ലോട്ട് ഉണ്ട്, ഒരു സ്ലോട്ടിൽ 2 കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ കണ്ടക്ടേഴ്സ് Z-ൻ്റെ വാല്യൂ എന്തായിരിക്കും? 20 × 2 ആയിരിക്കും അല്ലേ. അതായത് 40 കണ്ടക്ടേഴ്സ് നമുക്ക് ഉണ്ടാവും. സോ 40 / നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് 4 ആണ് അല്ലേ. സോ 40/4 എന്ന് പറയുമ്പോൾ നമുക്ക് കോയിൽ സ്പാൻ അല്ലെങ്കിൽ പോൾ പിച്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 എന്ന് നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു Y ആവറേജ് ആണ്. ദാറ്റ് ഈസ് YB + YF/2 ആണ് 10 എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് എന്ത് കിട്ടും? YB + YF എന്ന് പറയുന്നത് എത്ര കിട്ടും? 20 എന്ന് നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ ആയില്ലേ. ദാറ്റ് ഈസ് YB = YF + 2 എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ആണല്ലേ. YB = YF + 2 എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ. ദെൻ YB + YF = 20 എന്ന് പറയുന്നത് വേറൊരു ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് YB-യുടെ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് YF-ൻ്റെ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഈ 2 ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് YB-യുടെ വാല്യൂ എന്ന് പറയുന്നത്, ബാക്ക് പിച്ച് എന്ന് പറയുന്നത് 11ഉം അതുപോലെ തന്നെ ഫ്രണ്ട് പിച്ച് എന്ന് പറയുന്നത് 9ഉം നിങ്ങൾക്ക് കിട്ടും. അതായത് ഈ 2 ഇക്വേഷൻ സോൾവ് ചെയ്യുക കേട്ടോ. YB = YF + 2, അതുപോലെ തന്നെ YB + YF = 20. ഈ YB = YF + 2 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ലാബ് വൈൻഡിങ്ങിൻ്റെ ബേസിക് റിലേഷൻഷിപ്പിൽ നിന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ. സിംപ്ലക്സ് വൈൻഡിങ് ആയതുകൊണ്ട് എമ്മിൻ്റെ വാല്യൂ 1 ആയി. പ്രോഗ്രസീവ് വൈൻഡിങ് ആയതുകൊണ്ട് പ്ലസ് സൈനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. സോ YB = YF + 2. അതിനുശേഷം നമ്മൾ കോയിൽ സ്പാൻ അല്ലെങ്കിൽ പോൾ പിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് Z/P. അതിന് Z ഫസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് 20 × 2 ആണ് അല്ലേ. അപ്പോൾ 40 എന്ന് കിട്ടി. 40/P ചെയ്യുമ്പോൾ നമുക്ക് കോയിൽ സ്പാൻ എന്ന് പറയുന്നത് എത്രയാണ്? കോയിൽ സ്പാൻ എന്ന് പറയുന്നത് നമുക്ക് 10 എന്ന് കിട്ടും. ദെൻ Y ആവറേജ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ YB + YF-ന് വേറൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇത് രണ്ടും സോൾവ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ്ലി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നേരത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഒരു സിംപ്ലക്സ് വൈൻഡിങ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്ക് പിച്ച് എന്ന് പറയുന്നത് Z/P + 1 ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രണ്ട് പിച്ച് എന്ന് പറയുന്നത് Z/P - 1 ആയിരിക്കും. ഇതൊരു സിംപ്ലക്സ് വൈൻഡിങ്ങിൻ്റെ കേസിലാണ്. സിംപ്ലക്സ് പ്രോഗ്രസീവ് വൈൻഡിങ്ങിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. YB = Z/P + 1. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയേ. 40/4 + 1 എന്ന് വരും അല്ലേ. ദാറ്റ് ഈസ് 11 നിങ്ങൾക്ക് കിട്ടും ബാക്ക് പിച്ച്. അതുപോലെ തന്നെ ഫ്രണ്ട് പിച്ച് എന്ന് പറയുന്നതോ 40/4 - 1 ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് 9. അപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് Z/P + 1 Z/P - 1. അപ്പോൾ Z/P ± 1 ആയിരിക്കും YB-യുടെയും YF-ൻ്റെയും വാല്യൂ. ഇത് വെച്ചിട്ട് ഈ ഫോർമുല അറിയാവുന്നവർ അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ഇക്വേഷൻ സോൾവ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഇക്വേഷനും അതുപോലെ തന്നെ Y ആവറേജിൻ്റെ YB + YF/2 = Z/P സോൾവ് ചെയ്തിട്ട് 2 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് YB-യുടെയും YF-ൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യുമ്പോൾ YB = 11 എന്നും YF = 9 എന്നും കിട്ടും. അപ്പോൾ നമുക്ക് ബാക്ക് പിച്ചും ഫ്രണ്ട് പിച്ചും നമുക്ക് കിട്ടി. ഇനി എങ്ങനെയാണ് നമ്മളൊരു വൈൻഡിങ് ടേബിൾ വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വൈൻഡിങ് ടേബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫസ്റ്റ് കണ്ടക്ടർ നമ്മൾ ഈ പറഞ്ഞ ബാക്ക് എൻഡിൽ, അതായത് ബാക്ക് പിച്ച് എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ബാക്ക് പിച്ച് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടർ, അതായത് ഫസ്റ്റ് കോയിലാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഫസ്റ്റ് കോയിലിൻ്റെ സ്റ്റാർട്ടിങ് എൻഡ് ആ കോയിലിൻ്റെ ഫിനിഷിംഗ് എൻഡിലോട്ട് കണക്ട് ചെയ്യുമ്പം ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ബാക്ക് പിച്ച് YB എന്ന് പറയുന്നത്. അതിനുശേഷം ഇതിൻ്റെ ഫിനിഷിംഗ് എൻഡ് അടുത്ത കോയിലിൻ്റെ സ്റ്റാർട്ടിംഗ് എൻഡിലോട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ഫ്രണ്ട് പിച്ച് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യുന്നത് കോയിൽ ഏതാണെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? അതിനോട് നമ്മൾ ബാക്ക് പിച്ച് ആഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കോയിൽ ഞാൻ എടുത്തു, ഫസ്റ്റ് കോയിലാണ് ഞാനിവിടെ അല്ലെങ്കിൽ ഫസ്റ്റ് കോയിൽ സൈഡ് ഫസ്റ്റ് കണ്ടക്ടറാണ് ഞാനിവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടക്ടർ എത്രാമത്തെ കണ്ടക്ടറിലോട്ട് കണക്ട് ചെയ്യുന്നു എന്നറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാക്ക് പിച്ച് അതിലോട്ട് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് കണ്ടക്ടർ എടുത്തു, ദാറ്റ് ഈസ് കണക്റ്റഡ് ടു കോയിൽ സൈഡ് നമ്പർ. കണ്ടുപിടിക്കാൻ നമ്മൾ ആ 1ൻ്റെ കൂടെ ബാക്ക് പിച്ച് ആയ, അതായത് പ്ലസ് YB ആണ് നമ്മളിവിടെ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അതിലോട്ട് നമ്മൾ YB ആയ 11 നമ്മൾ ആഡ് ചെയ്യണം. നമുക്ക് സോൾവ് ചെയ്തപ്പോൾ YB = 11 ആൻഡ് YF = 9 എന്ന് നമുക്ക് കിട്ടി. സോ 1 + 11 ചെയ്യുമ്പോൾ നമ്മൾ 12ലോട്ട് നമുക്ക് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഫസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത് കണക്ട് ചെയ്തിരിക്കുന്ന എത്രാമത്തെ കണ്ടക്ടറിലോട്ടായിരിക്കും? 12th കണ്ടക്ടറിലോട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ നമുക്ക് കണ്ടക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത് 12th കണ്ടക്ടറിലോട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നു. ഇനി 12th കണ്ടക്ടർ തിരിച്ച് എത്രാമത്തെ കണ്ടക്ടറിലോട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ 12th കണ്ടക്ടർ എത്രാമത്തെ കണ്ടക്ടറിലോട്ട് കണക്ട് ചെയ്യണം? കണക്റ്റഡ് ടു കോയിൽ സൈഡ് നമ്പർ 1. അതിന് നമ്മൾ എന്ത് ചെയ്യണം? -YF ചെയ്യണം. അപ്പോൾ 12th കണ്ടക്ടർ ഏതാമത്തെ കണ്ടക്ടറിലോട്ടാണെന്ന് അറിയെങ്കിൽ 12 - 9 ചെയ്യണം. 12 - 9 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? തേർഡ് കണ്ടക്ടർ. അപ്പോൾ ഇവിടെ നമുക്കൊരു സെക്കൻഡ് കണ്ടക്ടർ ഉണ്ടാവും. തേർഡ് കണ്ടക്ടറിലോട്ടായിരിക്കും നമ്മൾ ഏത് കണക്ട് ചെയ്തിരുന്നത്? അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ 12th കണ്ടക്ടർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടക്ടർ എങ്ങോട്ട് കണക്ട് ചെയ്തെന്ന് അറിയാൻ നമ്മൾ +YB ചെയ്യുക. അതിനുശേഷം അത് തിരിച്ച് എത്രാമതിലോട്ട് കണക്ട് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ -YF ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഈസ് കണക്റ്റഡ് ടു 1 + YB, ദാറ്റ് ഈസ് 1 + 11 12th. ദെൻ ദിസ് 12th കണ്ടക്ടർ ഈസ് കണക്റ്റഡ് ബാക്ക് ടു കണ്ടുപിടിക്കണമെങ്കിൽ 12 - 9, 12 ഫ്രണ്ട് പിച്ച് ചെയ്യുക. 12 - 9 ചെയ്യുമ്പോൾ 3 കിട്ടും. അപ്പോൾ തേർഡ് കണ്ടക്ടർ, അതിന് തേർഡ് കണ്ടക്ടർ ബാക്കിലുള്ള എത്രാമത്തെ കണ്ടക്ടറിലോട്ടാണ് കണക്ട് ചെയ്യണമെന്ന് അറിയണമെങ്കിൽ വീണ്ടും നമ്മൾ +YB ചെയ്യുക അല്ലേ. സോ തേർഡ് ഈസ് കണക്റ്റഡ് ടു 3 + 11 അല്ലേ. 14th കണ്ടക്ടറിലോട്ടായിരിക്കും നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ. ദെൻ 14th കണ്ടക്ടർ എത്രാമത്തെ കണ്ടക്ടറിലോട്ടാണ് ഫ്രണ്ടിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? -YF ചെയ്യണം അല്ലേ. സോ 14 - YF, 14 - 9 ചെയ്യുമ്പോൾ നമുക്ക് 5 കിട്ടി. ഇനി 5 എങ്ങോട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്? 5 + 11 അല്ലേ. അതായത് 5 + ബാക്ക് പിച്ച് 5 + 11 ചെയ്യുമ്പോൾ നമുക്ക് 16 കിട്ടും. ദെൻ 16 ഈസ് കണക്റ്റഡ് ടു ഫ്രണ്ടിൽ ഏത് കണ്ടക്ടറിലോട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ എന്ത് ചെയ്യണം? 16 - 9 ചെയ്യണം. ദാറ്റ് ഈസ് 16 - ഫ്രണ്ട് പിച്ച്. അത് ചെയ്യുമ്പോൾ നമുക്ക് 7 കിട്ടും അല്ലേ. ദെൻ 7 ഈസ് അഗെയിൻ കണക്റ്റഡ് ടു 7 + 11, ദാറ്റ് ഈസ് 18th കണ്ടക്ടർ. ദെൻ 18th കണ്ടക്ടർ ഈസ് കണക്റ്റഡ് ടു കോയിൽ സൈഡ് നമ്പർ കണ്ടുപിടിക്കാൻ 18 - 9 ചെയ്യുക. ദാറ്റ് ഈസ് 18 - ഫ്രണ്ട് പിച്ച്, ദാറ്റ് ഈസ് 18 - 9. ദെൻ 9 ഈസ് കണക്റ്റഡ് ടു 9 + 11. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടക്ടർ എങ്ങോട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ബാക്കിലോട്ട് എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ +YB ചെയ്യുക. ഫ്രണ്ടിലോട്ട് എങ്ങോട്ടാണ് തിരിച്ച് കണക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ -YF ചെയ്യുക. ഓക്കെ. അപ്പോൾ ഓരോ കണ്ടക്ടറിലോട്ടും നമ്മൾ ഇപ്പോൾ 18 - 9 കിട്ടും. 9th കണ്ടക്ടർ ഈസ് കണക്റ്റഡ് ടു 20th കണ്ടക്ടർ. +11 ചെയ്യുക. 20 ഈസ് കണക്റ്റഡ് ടു 20 - 9 11. 11 ഈസ് കണക്റ്റഡ് ടു അഗെയിൻ 11 + 1 22. 22 ഈസ് കണക്റ്റഡ് ടു 22 - 9 30. Then 13th conductor is connected to 13 + 11 24. 24 is connected to 24 - YF, that is 24 - 9 15. 15 is connected to 15 plus back pitch, that is 15 + 11 26. 26 is connected to 26 - 9, that is 17th conductor. Conductor number ആണ് നമ്മളിവിടെ പറയുന്നത്. Then 17th conductor is connected to 17 + 11, that is 28. Then 28 is connected to the front. 28 - 9, that is 90. So അങ്ങനെ നമ്മൾ +YB ചെയ്യുക, -YF ചെയ്യുക. സോ അങ്ങനെ ചെയ്ത് നമ്മൾ ഇവിടെ വരുമ്പം അതായത് 31 കണ്ടക്ടർ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 31 കണ്ടക്ടർ ഈസ് കണക്റ്റഡ് ടു 31 + 11, ദാറ്റ് ഈസ് 42. 42 എന്ന് പറയുന്നൊരു കണ്ടക്ടർ നമുക്കില്ല. ടോട്ടൽ എത്ര കണ്ടക്ടേഴ്സ് നമുക്ക് മെഷീനിലുള്ളൂ? 40 കണ്ടക്ടേഴ്സ് ഉള്ളൂ. അപ്പോൾ 42 എന്ന് പറയുന്ന കണ്ടക്ടേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? 42 - 40 ചെയ്യുക. അപ്പോൾ സെക്കൻഡ് കണ്ടക്ടറിലോട്ടായിരിക്കും ആക്ച്വലി ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ഈസ് കണ്ടക്റ്റഡ് ടു 2 - 9 -7. അങ്ങനെ ഒരു കണ്ടക്ടർ ഇല്ല. അത് ഏത് കണ്ടക്ടറാണെന്ന് കണ്ടുപിടിക്കാൻ അതിൻ്റെ കൂടെ +40 നമ്മൾ ചെയ്യുക. അപ്പോൾ അതായത് ഇവിടെ -7 എന്ന് പറയുന്നത് 33ാമത്തെ കണ്ടക്ടറാണ്. സോ 2 ഈസ് കണക്റ്റഡ് ടു 33ാമത്തെ കണ്ടക്ടറിലോട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ.
3 എന്ന് പറയുന്ന കണ്ടക്ടർ നമ്പറിലോട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ 33 is again connected to 33 plus 11, that is 44. 44 എന്ന് പറയുന്ന കണ്ടക്ടർ നമുക്കുണ്ടോ? ഇല്ല, 40 കണ്ടക്ടേഴ്സ് ഉള്ളൂ. സോ 44 മൈനസ് 40 ചെയ്യുമ്പോൾ 4th കണ്ടക്ടറിലോട്ടായിരിക്കും നമ്മൾ ഏത് കണക്ട് ചെയ്തിരിക്കുന്നത്? 33ാമത്തെ കണ്ടക്ടർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ദെൻ 4th കണ്ടക്ടർ is again connected to 4 minus 9 അല്ലേ, ദാറ്റ് ഇസ് -5. -5 എന്ന് പറയുന്ന കണ്ടക്ടർ ആക്ച്വലി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ -5 plus 40 ചെയ്യുക, ദാറ്റ് ഇസ് 35 എന്ന് വരും. ഓക്കെ, then 35th conductor is connected to 35 plus 11, that is 46. 46 എന്ന് പറയുന്നത് 6th conductor ആണല്ലേ. So 6th conductor is again connected to 6 minus 9, that is -3. -3 plus 40 ചെയ്യുമ്പോൾ 37th കണ്ടക്ടറിലോട്ടായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത്. Then 37 is again connected to 37 plus 11, 48. 48 എന്ന് പറയുന്ന 8th conductor ആണ്. Then 8th conductor is connected to 39th conductor. Okay, then 39th conductor is connected to 10th conductor. 10th conductor is again connected to conductor number 1. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു വൈൻഡിങ് ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് വൈ ബിയുടെയും വൈ എഫിൻ്റെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം ഫസ്റ്റ് കണ്ടക്ടർ ഇസ് കണക്റ്റഡ് ടു വിച്ച് കോയിൽ സൈഡ് നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കൂടെ പ്ലസ് വൈ ബി ചെയ്യുക. അത് തിരിച്ച് എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ മൈനസ് വൈ എഫ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ടേബിളിനെ ഞാനൊരു പിക്ടോറിയലായിട്ട് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത് ഇതാണെങ്കിൽ ഫസ്റ്റ് കണ്ടക്ടർ ഈസ് കണക്റ്റഡ് ടു 12th കണ്ടക്ടർ അല്ലേ, നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടക്ടർ ഈസ് കണക്റ്റഡ് ടു 12th കണ്ടക്ടർ. Then 12th conductor is connected to 3rd conductor, അല്ലേ, that is 12th conductor is connected to 3rd conductor. Then 3rd conductor is connected to 14th conductor. 14th conductor is connected to 5th conductor. 5th conductor is connected to 16th conductor. Then 16th conductor is connected to 7th conductor. So എന്ത് ചെയ്യണം? പ്ലസ് വൈ ബി ചെയ്യുക, ഇങ്ങോട്ട് വരുമ്പം അവിടെ നിന്ന് മൈനസ് വൈ എഫ് ചെയ്യുക. അങ്ങോട്ട് പോകാൻ പ്ലസ് വൈ ബി ചെയ്യുക, ഇങ്ങോട്ട് വരാൻ മൈനസ് വൈ എഫ് ചെയ്യുക. അപ്പോൾ ഇതായിരിക്കും അതിൻ്റെ ഒരു ഡെവലപ്ഡ് ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇവിടെ ക്വസ്റ്റ്യനിൽ വൈൻഡിങ് ടേബിൾ മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വൈൻഡിങ് ടേബിൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നിങ്ങൾ വൈ ബി വൈ എഫ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഒരു ടേബിൾ ഫോമിൽ നിങ്ങൾ ഓരോ കണ്ടക്ടറും എത്രാമത്തെ കണ്ടക്ടറിലോട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് പ്ലസ് വൈ ബി ചെയ്യുക, മൈനസ് വൈ എഫ് ചെയ്യുക. അതായത് കണ്ടക്ടർ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കണ്ടക്ടർ നമ്പർ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇനി ടൈം എക്സ്ട്രാ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ഫിഗറും കൂടെ ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനും കൂടെ നിങ്ങൾ കാണിച്ചു വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 8 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. അതായത് വൈ ബി വൈ എഫ് ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം 4 മാർക്സിനടുത്ത് കിട്ടും. അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ വൈൻഡിങ് ടേബിൾ വരച്ച് കഴിഞ്ഞാൽ അഗെയിൻ നിങ്ങൾക്ക് ഒരു 4 മാർക്സ് കിട്ടും. ഇതിൻ്റെ ആവശ്യമില്ല, വൈൻഡിങ് ടേബിൾ മതി. അപ്പം നിങ്ങൾക്ക് ടോട്ടൽ എത്ര കിട്ടും? 8 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി ഞാൻ ആ ഫുൾ ടേബിൾ എടുത്തിട്ട് ഞാനൊരു ഡയഗ്രമാറ്റിക് ഫോമിൽ ഞാൻ ഫുൾ വൈൻഡിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്തു എന്നുള്ളൂ. നോക്കിയേ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് കണ്ടക്ടർ ഈസ് കണക്റ്റഡ് ടു 12th കണ്ടക്ടർ. ഇതാണ് നമ്മുടെ കണ്ടക്ടർ നമ്പർ 12 എന്ന് പറയുന്നത്. ദെൻ 12th കണ്ടക്ടർ ഈസ് കണക്റ്റഡ് ബാക്ക് ടു 3rd കണ്ടക്ടർ. അപ്പോൾ ഫസ്റ്റ് കണ്ടക്ടർ എത്രാമത്തെ കണ്ടക്ടറിലോട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് വൈ ബി ചെയ്യുക. അപ്പോൾ 1 പ്ലസ് വൈ ബി ചെയ്യുമ്പോൾ 1 പ്ലസ് 11, ദാറ്റ് ഈസ് 12th കണ്ടക്ടറിലോട്ട് കണക്ട് ചെയ്തു. ഇനി 12th ഫ്രണ്ടിലോട്ട് എത്രാമത്തെ കണ്ടക്ടറിലോട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് അറിയാൻ 12 മൈനസ് ഫ്രണ്ട് പിച്ച് 9 ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3rd കണ്ടക്ടർ എന്ന് വരും അല്ലേ, 3rd കണ്ടക്ടർ. ദെൻ 3rd ബാക്കിലോട്ട് കണക്ട് ചെയ്യുന്ന അറിയാൻ 3 പ്ലസ് വീണ്ടും 11 ചെയ്യുക. 3 പ്ലസ് 11 എന്ന് പറയുമ്പോൾ 14th കണ്ടക്ടർ. ദെൻ 14th കണ്ടക്ടർ ഈസ് കണക്റ്റഡ് ടു ദ ഫ്രണ്ട് സൈഡ്. എങ്ങനെയാണ്? 14 മൈനസ് 9, ദാറ്റ് ഈസ് 5th കണ്ടക്ടർ. ദെൻ 5th കണ്ടക്ടർ ഈസ് അഗെയിൻ കണക്റ്റഡ് ടു 5 പ്ലസ് 11 അല്ലേ, 5 പ്ലസ് 11 എന്ന് പറയുമ്പോൾ 16. Then 16th conductor is connected to the front side. 16 minus 9 അല്ലേ, 16 minus 9 വരുമ്പോൾ എത്രയാണ്? 7th conductor. Then 7 is again connected to 7 plus 11, that is 18th conductor. Then 18th conductor is connected to 18 minus 9. 18 minus 9 is 9th conductor. So ഈ ഒരു ഫോമിലായിരിക്കും അത് പോകുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വൈറ്റിംഗ് ഡയഗ്രാം. ഇതൊന്നും നിങ്ങൾ വരയ്ക്കേണ്ട, നിങ്ങൾ മാക്സിമം ടേബിൾ വരെ വരച്ചാൽ മതി. ഇതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു എന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ മൊഡ്യൂൾ 1 നിന്ന് പാർട്ട് ബിയിൽ വന്നിരിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ആൻ 8-pole ലാപ്പ് കണക്റ്റഡ് DC armature has 960 conductors and runs at 400 RPM. The flux per pole is 40 milliweber. Calculate the induced EMF. അപ്പോൾ നമുക്ക് എന്താണ് തന്നിരിക്കുന്നത്? നമ്മളോട് ഇൻഡ്യൂസ്ഡ് EMF കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. EGയുടെ എക്സ്പ്രഷൻ എന്താണ്? EG is equal to 5Zn divided by 60 into P divided by A ആണ് നമ്മുടെ EGയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് എന്താണ് ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആർമേച്ചർ വൈൻഡിങ് ഏത് കണക്ഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ലാപ്പ് കണക്റ്റഡ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ലാപ്പ് കണക്ഷൻ എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് പാരലൽ പാത്ത് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പോൾസ് ഈസ് ഈക്വൽ ടു 4 ആണ് അല്ലേ. 8-pole മെഷീനാണ്, അപ്പോൾ 8 ആണ്. അതുപോലെ തന്നെ നമ്മളോട് എന്താണ് നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട് അല്ലേ. സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 400 RPM അത് റൊട്ടേറ്റ് ചെയ്യുന്നതെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 960 കണ്ടക്ടേഴ്സ്, ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന Z എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. സോ Z ഈസ് ഈക്വൽ ടു 960 കണ്ടക്ടേഴ്സ് ആണ്.
ദെൻ ഫ്ലക്സ് പെർ പോൾ എന്ന് പറയുന്നത് എത്രയാണ്? ഫ്ലക്സ് പെർ പോൾ ഈസ് 40 മില്ലി വെബർ അല്ലേ, ദാറ്റ് ഈസ് 40 × 10⁻³ വെബർ ആയിരിക്കും, ദാറ്റ് ഈസ് 0.04 വെബർ ആയിരിക്കും ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇ ജിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫൈൻ്റെ വാല്യൂ 0.04 × Z ഈസ് 960 × N ഈസ് 400 divided by 60 × P, number of poles is 8, in lap winding number of parallel path is also 8. സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇ ജിയുടെ വാല്യൂ 256 വോൾട്ട് എന്ന് കിട്ടും. സോ ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. ഫസ്റ്റ് നിങ്ങൾ ഇക്വേഷൻ എഴുതുക, ഇക്വേഷന് നിങ്ങൾക്ക് ഒരു 1 മാർക്സിനടുത്ത് കിട്ടും. അതിനുശേഷം അതിൽ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 4 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. 4 മാർക്സ് അല്ല, 3 മാർക്സ് നിങ്ങൾക്ക് കിട്ടും. 6 മാർക്സിൻ്റെ ക്വസ്റ്റൻ ആണ്. അപ്പം 3 + 3 എന്നാണ് ഡിവിഷൻ വരുന്നത് അല്ലേ. അപ്പോൾ ഇക്വേഷൻ എഴുതുക 1 മാർക്ക്, ഇതിന് നിങ്ങൾക്ക് എത്ര കിട്ടും? ഇതിന് നിങ്ങൾക്കൊരു 2 മാർക്സ് കിട്ടും. അപ്പോൾ 2 + 1 3. ഫസ്റ്റ് സബ് ഡിവിഷന് നമുക്ക് 3 മാർക്സ് കിട്ടി. ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമ്മളോട് ചോദിച്ചിരിക്കുന്ന, ഇനി ഈ വൈൻഡിങ് നമ്മൾ റീകണക്ട് ചെയ്തു, വേവ് വൈൻഡിങ്ങിലോട്ട് നമ്മൾ പോയില്ലേ, അതായത് വേവ് വൈൻഡിങ് ആയിട്ട് നമ്മൾ റീകണക്ട് ചെയ്തു. അന്നേരം എന്താണ് പറ്റുന്നത്? പാരലൽ പാത്തിൻ്റെ വാല്യൂ അറിയില്ലേ, പാരലൽ പാത്തിൻ്റെ വാല്യൂ 2 ആയി. അതിനുശേഷം ജനറേറ്റഡ് വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്. വേവ് കണക്റ്റഡ് ആയിരുന്നപ്പം ജനറേറ്റഡ് വോൾട്ടേജിൻ്റെ വാല്യൂ 400 വോൾട്ടാണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്പീഡിൻ്റെ വാല്യൂ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇ ജി = 5Z/60 × P/A ആണ്. ഫൈൻ്റെ വാല്യൂ എന്താണ്? 0.04 ആണ്. ഇസഡ് നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് മാറുന്നില്ല, N നമ്മുടെ അൺനോൺ ഫാക്ടർ ആണ് അല്ലേ, /60 × P/A. P എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് പോൾസ് 8 ആണ്. പാരലൽ പാത്ത് എന്ന് പറയുന്നത് വേവ് ആയിട്ട് റീകണക്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ് എയുടെ വാല്യൂ 2 ആയിരിക്കും. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? എന്നിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്നിൻ്റെ വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 156.25 RPM എന്ന് കിട്ടും. ഓക്കെ, 156.25 ആയിരിക്കും RPM. വേറെ ഒന്നുമില്ല, നിങ്ങൾ ഈ ഒരു EMF ഇക്വേഷൻ അറിഞ്ഞാൽ മതി ജനറേറ്ററിൻ്റെ കേസിൽ. ഇങ്ങനെയാണ് 5Zn/60 × P/A, വേർ 5 എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ പോൾ ആണ്, Z ടോട്ടൽ നമ്പർ ഓഫ് ആർമേച്ചർ കണ്ടക്ടേഴ്സ്, N സ്പീഡ് ഇൻ RPM, then P is the number of poles of the machine and A is the number of parallel path. നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് വേവിലാണെങ്കിൽ നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും, ലാപ്പിലാണെങ്കിൽ നമ്പർ ഓഫ് പോൾസ് ആയിരിക്കും, വേവിലാണെങ്കിൽ നമ്പർ ഓഫ് പാരലൽ പാത്ത് എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഏതാണോ അൺനോൺ ഫാക്ടർ അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഗെയിൻ ഒരു 3 മാർക്സും കിട്ടും. സോ 3 + 3 എന്ന് പറയുന്നത് 6 മാർക്സ് ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ പാർട്ട് ബിയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതോടുകൂടി നമ്മൾ മൊഡ്യൂൾ 1 നിന്ന് DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും, അതായത് പാർട്ട് എയിലെ ഫുൾ ക്വസ്റ്റ്യൻസും പാർട്ട് ബിയിലെ ഫുൾ ക്വസ്റ്റ്യൻസും നമ്മൾ മൊഡ്യൂൾ 1 നിന്ന് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന സെഷനിലായിട്ട് നമുക്ക് മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 അങ്ങനെ എൻ്റെ 5 മൊഡ്യൂൾസ് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്